ചോദിക്കട്ടെ, ഇന്ന് നമ്മളെ കണ്ടിട്ട് ആരെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരുന്നുണ്ടോ? മുജാഹിദുകളായി നാട്ടിൽ അറിയപ്പെടുന്ന ആളുകൾ, KNMന്റെ ISMന്റെ ആളുകൾ, അവരെ ജീവിത വിശുദ്ധി കണ്ടിട്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് വളരെ കുറച്ച് മാത്രമാണ്. കാരണം എന്താ അറിയോ? മുമ്പ് മുജാഹിദുകൾ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഇപ്പൊ ആള് കൂടിയപ്പോ എന്ത് സംഭവിച്ചപ്പോ ക്വാളിറ്റി കുറഞ്ഞു. ക്വാളിറ്റി കുറഞ്ഞ ചപ്പും ചവറും ഒക്കെ ഇതിലേക്ക് കയറി വന്നു. പ്രത്യേകിച്ച് ഒരു പഠനമോ അല്ലെങ്കിൽ അന്വേഷണമോ നടത്താതെ കുറെ ആളുകൾ ഇതിലേക്ക് ഇങ്ങനെ വലിഞ്ഞു കയറി വന്നു. ഓനൊക്കെ പ്രസിഡന്റും സെക്രട്ടറിയും മേഖലാ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി സംസ്ഥാനത്തിൽ വരെ എത്തി. പ്രത്യേകിച്ച് സംഘടന പിളർന്ന സന്ദർഭത്തിൽ നമുക്കറിയാം, KNMനെ അനുകൂലിക്കുന്ന ഒരു കള്ളിത്തറിയാണ് നാട്ടിലെങ്കിലും ഓനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാണ്. കാരണം എന്താ, ആരും ഇല്ലല്ലോ അവിടെ. എന്നാ ഒരാളെങ്കിലും ഉണ്ടാകട്ടോ, അത്ര ഗുണമുള്ളവനൊന്നല്ല, എന്നാലും KNMനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചപ്പെങ്കിൽ ചപ്പ് എന്ന നിലക്ക് പിന്നെ മാനേജ്മെന്റ് കോട്ടയിൽ എത്തുകയാണ്. സംഘടനയിൽ മേഖലാ സെക്രട്ടറി അവൻ മേഖലയും ജില്ലയും ഒന്നുമില്ല, നേരിട്ട് സംസ്ഥാനത്തേക്കൊക്കെ എത്തുകയാണ്. അങ്ങനെയുള്ള കുറെ ആളുകള് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഉണ്ടായി എന്നത് പ്രസ്ഥാനത്തിന്റെ ക്വാളിറ്റി ജനങ്ങൾക്കിടയിൽ ഇല്ലാതാക്കും എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. മുമ്പൊക്കെ മുജാഹിദുകളെ കണ്ടിട്ട് ആളുകള് കാര്യം എന്തൊക്കെ ഓലെ പറ്റി പറഞ്ഞാലും ഒരു നല്ല കൂട്ടരാ, ഓലൊപ്പം കൂടി അഞ്ചോത്ത് നിക്കരിക്കാത്ത നിക്കരിച്ചു പോവും, പള്ളി പോകാത്ത പള്ളിയിൽ പോകേണ്ടി വരും. ഈ രീതിയിൽ നമ്മളെ സംബന്ധിച്ചുള്ള ഒരു മതിപ്പ് ഉണ്ടായിട്ടുണ്ട്. ആ മതിപ്പ് ഇപ്പൊ പോയി എന്നല്ല ഞാൻ പറയുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ അതിന്റെ എതിരായ ചില സ്വഭാവങ്ങള് കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മള് വിശ്വാസരംഗത്ത് നമ്മള് ശിർക്കോ ഖുറാഫാത്തോ ഒന്നും ഉണ്ടാവില്ല, മാലയോ മൗലൂദോ റാത്തീബോ ഒന്നും ഉണ്ടാവില്ല. കർമ്മരംഗത്ത് അറിയപ്പെട്ട വിദഅത്തുകള് അടിയന്തരമോ മൗലൂദോ അതുപോലത്തെ മരിച്ചോർത്തുള്ള ദിക്റോ അതൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ എടുത്തു നോക്കിയാൽ പലപ്പോഴും മുമ്പത്തെ മുജാഹിദുകൾക്കുണ്ടായിരുന്ന ക്വാളിറ്റി, അതിനുള്ള ഒരു മെച്ചം, അവരുടെ ജീവിത വിശുദ്ധി അത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പലയിടത്തും. ഇസ്ലാമിക ജീവിതത്തെ വേണമെങ്കിൽ നമുക്ക് 3 വശമായി തിരിക്കാം. ഒന്ന് അഖീദയുടെ വശം അഥവാ വിശ്വാസത്തിന്റെ വശം, മറ്റൊന്ന് ഇബാദത്തുകൾ, മൂന്നാമത്തേത് മുആമലാത്ത്. മുആമലാത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യരുമായി ബന്ധപ്പെട്ട സാമൂഹ്യ ജീവിതം. ഈ 3 രംഗത്തും നമുക്ക് നമ്മുടേതായ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ചില ആളുകൾ പറയുമ്പോൾ അഖീദൊന്നും കുഴപ്പമില്ല, വിശ്വാസത്തിൽ അങ്ങനെ ശിർക്കോ കുഫറോ ഫിസ്കോ ബിദ്അത്തോ ഒന്നുമില്ല, പക്ഷേ ഇബാദത്ത് വളരെ കുറവാ, നിസ്കാരമൊക്കെ വളരെ കുറവാണ്. വേറെ ചില ആളെ പറ്റി നല്ല നിസ്കരിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ അഖീദ തീരെ ശരിയല്ല, ഒരുപാട് ഖുറാഫാത്ത് ഉണ്ടെന്ന് പറയും. വേറെ ചില ആളെ പറ്റി പറയും നിസ്കരിക്കുകയൊക്കെ ചെയ്യും, അഖീദൊന്നും കുഴപ്പമില്ല, പക്ഷെ പെരുമാറാൻ വളരെ ദുഷ്ടനാണ്, സാമ്പത്തിക രംഗത്ത് കൊടുക്കാനും വാങ്ങാനും ഒന്നിനും കൊള്ളൂല. ആ നിലക്ക് മനുഷ്യരുമായി ബന്ധപ്പെട്ട രംഗങ്ങളിൽ ജനസമ്പർക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അയാൾ മോശക്കാരനാണ്. ഇങ്ങനെ ചില രംഗത്ത് മോശം, അയാളുടെ കുടുംബജീവിതം പരാജയമാണ്, അയാളുടെ സാമ്പത്തിക ജീവിതം പരാജയമാണ്, അയാളുടെ പെരുമാറ്റം മോശമാണ് എന്നൊക്കെ നമ്മളെക്കുറിച്ചും നമ്മുടെ പ്രവർത്തന രംഗത്ത് ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്ന ആളെ സംബന്ധിച്ചുമൊക്കെ പറയപ്പെടുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ വിഷയവും എടുത്തു പരിശോധിക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്ക്, അഖീദയിൽ ഖുറാഫാത്തില്ല, ശിർക്കില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ തന്നെ പലയിടത്തും ഇബാദത്തിന്റെ കാര്യത്തിൽ ഇന്നത്തെ സ്ഥിതി എന്താ? 5 നേരം പള്ളിയിൽ വന്ന് നിസ്കരിക്കേണ്ടി വരും മുജാഹിദായാൽ എന്ന് വിചാരിച്ച് മുജാഹിദാകാത്ത ആളുകളുണ്ട്. എനിക്കറിയാം, പാലക്കാട് പുതുനഗരം എന്ന സ്ഥലത്ത് ഞാൻ ഖതീബായി ജോലി ചെയ്തിരുന്നു. മുസ്ലിമീങ്ങൾ മാത്രമുള്ള വാർഡുകളുണ്ട് അവിടെ, ഒരൊറ്റ മുസ്ലിമും ഇല്ലാത്ത. ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് മുസ്ലിം ലീഗിന് കൊടിനാട്ടിയ സ്ഥലം പുതുനഗരം. അവിടെ ഷാഫി ഹനഫി പള്ളിയുണ്ട്, നമുക്ക് സലഫികൾക്കും പള്ളിയുണ്ട്. അപ്പൊ അവിടുത്തെ ആളുകൾ പറയലെന്താ വെച്ചാൽ, മുജാഹിദായാൽ പിന്നെ 5 വഖത്തും പള്ളിയിലും നിസ്കരിക്കണ്ടേ, അതിന് നമുക്ക് പറ്റൂല. നമ്മൾ വെള്ളിയാഴ്ച ഒന്ന് പള്ളിയിൽ പോകും, പിന്നെ ആരെങ്കിലും മരിച്ചാലൊന്ന് പോകും, അങ്ങനെ കുടുംബമൊക്കെ ഒന്ന് പോകുക എന്നല്ലാതെ 5 നേരം പള്ളിയിൽ നമ്മളെ കൊണ്ട് പറ്റൂല, അതുകൊണ്ട് നമ്മൾ മുജാഹിദാകുന്നില്ല. നിങ്ങൾ പറയുന്ന കാര്യമൊക്കെ ശരി തന്നെ എന്ന് പറഞ്ഞു മാറി നിൽക്കുകയാണ്. എന്താ നിങ്ങൾ നോക്കി, ഇന്ന് നമ്മളെ സ്ഥിതി എന്താ? 5 നേരം പള്ളിയിൽ ജമാഅത്തിന് വരുന്ന എത്ര മുജാഹിദുകളുണ്ട്? ഇപ്പൊ ഈ പള്ളി ഉണ്ടായിട്ട് 25 കൊല്ലായിരുന്നു. ഇപ്പൊ ഇവിടെ സുബൈക്ക് വന്ന് നോക്കണം, ഓരോ സ്ഥലത്ത്, ഇവിടെ നല്ല ഒരു സ്ഥലത്ത് നമ്മൾ പോയി നോക്കിയത് സുബഹിക്ക് പള്ളിയുടെ തൊട്ടടുത്ത് താമസിക്കുന്നവർ പോലും പള്ളിയിൽ ജമാഅത്തിന് വരുന്നില്ല. അയാൾ വേണമെങ്കിൽ സംസ്ഥാന കൗൺസിലറോ അല്ലെങ്കിൽ ജില്ലാ നേതാവോ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ മഹല്ലിലെ കാര്യപ്പെട്ട ആളായിരിക്കും, നാട്ടിലെ മുജാഹിദായിട്ട് അറിയപ്പെടുന്ന ആളായിരിക്കും. 5 നേരം പോയിട്ട് 2 നേരം പോലും വരൂല.
വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത വെള്ളിയാഴ്ച പോകുമ്പോൾ ഈ പരിസരത്തൊക്കെ ഉണ്ടാവും. അത് ചോദിച്ചാൽ പറഞ്ഞ അങ്ങാടി പോയി, ടൗണിൽ പോയി, അവിടെ പോയി, ഇവിടെ പോയി, സുബൈക്ക് എവിടെയും പോയിട്ടില്ല, അവിടെ കിടന്നുറങ്ങുക, പക്ഷെ പള്ളിയിൽ വരില്ല. അങ്ങനത്തെ എത്ര ആളുകൾ. വെള്ളിയാഴ്ചത്തെ സുബഹി ജമാഅത്ത് എത്ര പ്രധാനപ്പെട്ടതാ. വെള്ളിയാഴ്ച മാർക്കറ്റിലൊന്നും പോകാനില്ലാത്തതുകൊണ്ട് അന്ന് സുബഹി തന്നെ ഉണ്ടാവില്ല, നല്ലോണം കിടന്നങ്ങ് ഉറങ്ങും അല്ലേ. ഈ രീതിയിലാണ് നമ്മുടെ ആളുകളെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ഈ ആദർശവുമായി എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുക? ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പുണ്യമുണ്ട് ജമാഅത്തായി നമസ്കരിച്ചാലെന്ന് നമ്മൾ പഠിപ്പിച്ചിട്ട് അത് നമ്മളെ ആളുകൾക്ക് തന്നെ മണ്ടി കയറില്ലെങ്കിൽ പിന്നെ ആരോടാ നമ്മൾ പറയാ? എന്നാ വീട്ടിൽ നിസ്കരിച്ചാൽ എന്താ കുഴപ്പം, വീട്ടിൽ നിസ്കരിച്ച ആരാമേറ്റ എന്ന് ചോദിക്കുന്നവൻ ആരാ? സുന്നിയല്ല, ഈ മുജാഹിദാ ചോദിക്കണത്. വീട്ടിൽ നിസ്കരിച്ച അവൻ എന്തൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്? 27 പുണ്യം നഷ്ടപ്പെട്ടു. പള്ളിയിലേക്ക് നടന്നു വരിക എന്നുള്ള പുണ്യം അവന് നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, അവൻ അവിടുന്ന് ഒന്നുവെടുത്ത് അവിടുന്ന് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഇവിടേക്ക് നടന്നു വരുമ്പോൾ ഓരോ കാലടിക്കും പുണ്യമാണ്, അതെല്ലാം അവന് നഷ്ടപ്പെടുകയാണ്. അങ്ങനെ 27 വട്ടം നിസ്കരിച്ച കൂലി ഓരോ വഖത്തിലും അവന് നഷ്ടപ്പെടുന്ന അവസ്ഥ നമ്മുടെ ആളുകള് പലപ്പോഴും അവഗണിക്കണം. ആ ഒരു ഗൗരവമുള്ള വിഷയമല്ലേ അത്. മറ്റുള്ളവരൊക്കെ പള്ളിയിലേക്ക് ഇങ്ങനെ ധൃതിപ്പെട്ട് ജമാഅത്തിന് പോകുമ്പോ മുജാഹിദ് പീടികയിലിരുന്ന് ഇങ്ങനെ നോട്ടുക, അല്ലെങ്കിൽ സൊറ പറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ പിന്നെ ഫോൺ ചെയ്യാണ്. ആളുകൾ ജമാഅത്തിന് നഷ്ടപ്പെടുക, സമയമായല്ലോ എന്ന് ധൃതിപ്പെട്ട് പോവുക. അവിടെ എത്ര കാലങ്ങൾ ഭയന്തറിഞ്ഞിട്ടും കാര്യമില്ല, മുജാഹിദ് പ്രസ്ഥാനം വളരൂല. കാരണം ബനല്ലേ, ബനെ കണ്ടിട്ടല്ലേ ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തേക്ക് വരേണ്ടത്. 5 വഖത്ത് പള്ളിയിൽ പോകാത്തവൻ മറ്റുള്ളവരൊക്കെ പള്ളിയിൽ പോകുമ്പോ നോട്ടെണ്ണി വീഡിയോയിരിക്കണവൻ, അവനെ കണ്ടിട്ട് എങ്ങനെ ആള് മുജാഹിദാവും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ അതൊരു പ്രധാന വിഷയം തന്നെയാണ്. നമ്മുടെ വ്യക്തിവിശുദ്ധി അത് വളരെ പ്രധാനമാണ്. വ്യക്തിവിശുദ്ധി ഇല്ലാത്ത ആളുകൾ പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് വന്നാൽ, ഓരോ നാട്ടിലും അതിന്റെ നേതൃത്വത്തിലെത്തിയാൽ ആ നാട്ടിൽ പിന്നെ പ്രസ്ഥാനം മുരടിച്ചു പോകുമെന്നതിൽ യാതൊരു സംശയമല്ല. ഇത് പറയുമ്പോ എന്താ ഉണ്ടാകുക അറിയോ? ഇവനെ ഇങ്ങനത്തോലൊന്നും ഉപദേശിക്കാൻ പാടില്ല എന്ന് പറയും. കാരണം എന്താ അറിയോ? ഓൻ അവിടെ മുജാഹിദ് പ്രസ്ഥാനം കെട്ടിപ്പടുത്ത്, ഓന്റെ വാപ്പാന്റെ വാപ്പ കൊടുത്ത പള്ളിന്റെ സ്ഥലമാണ്, ഓലാണ് ഇവിടുത്തെ പഴയ മുജാഹിദീങ്ങള്, തയമ്പുള്ള മുജാഹിദ് ഓലാണ്. അതുകൊണ്ട് ഓലഞ്ഞ് വിമർശിക്കാൻ പാടില്ല, ഓല് ചെയ്യണമൊക്കെ ചെയ്തോളുക, അതൊക്കെ നമ്മൾ സഹിച്ചോളുക. പറഞ്ഞ ഓനോന്റെ സർവീസ് പറയും, ഞാൻ മുജാഹിദായിട്ട് ഇത്ര കൊല്ലായി, ഞങ്ങളെ വാപ്പയും വാപ്പാന്റെ വാപ്പയാണ് ഇവിടെ മുജാഹിദ് ഉണ്ടാക്കിയത് കണ്ട് ഓനോന്റെ സർവീസ് പറഞ്ഞോളൂ. പക്ഷെ ഇപ്പോഴോൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതോ അത് ആരും ശ്രദ്ധിക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. പല പഴയ മുജാഹിദ് മഹല്ലുകളുടെയും അവസ്ഥ യഥാർത്ഥത്തിൽ ഇതാണ്. സുഹൃത്തുക്കളെ, നിസ്കാരം എന്ന് പറഞ്ഞ എത്ര ഗൗരവപ്പെട്ട വിഷയ. നിസ്കരിക്കാതിരിക്കുക എന്ന് പറഞ്ഞ വൻ പാപല്ലേ. നമ്മളിപ്പോ മോൾക്ക് കല്യാണം അന്വേഷിക്കുകയാണ്, ഒരാൾ വന്നിട്ട് പറയണ ചെങ്ങായി നിസ്കരിക്കൂല, അതൊന്നും സാരല്ല. ഇപ്പൊ ഇവിടെ കള്ളുടിക്കാത്ത, പെണ്ണുടിക്കാത്ത, ലഹരി ഒന്നും ഉപയോഗിക്കാത്ത ഒരു ശരാശരി മുസൽമാനെ കിട്ടിയാൽ മദീന. യഥാർത്ഥത്തിൽ കള്ളു കുടിക്കുന്നില്ല, അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നില്ല, അറിയപ്പെട്ട വ്യഭിചാരിയല്ല എന്നതുകൊണ്ട് മാത്രം ആള് നന്നായോ? അതിനേക്കാൾ വലിയ കുറ്റാണ് ഒരു വഖത്ത് നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളത്. 5 നേരം നിസ്കരിക്കുന്നില്ല, വെള്ളിയാഴ്ച മാത്രം പള്ളിയിൽ പോണ ആളാണെങ്കിൽ ഓൻ ഏത് തറവാട്ടിൽ ജനിച്ചിട്ടെന്താ, ഏത് ആചാര മോനായിട്ടെന്താ, ഏത് മൂല്യാര മോനായിട്ടെന്താ, ഏത് മുജാഹിദ് തറവാടായിട്ടെന്താ കാര്യം? നിസ്കാരം ഒഴിവാക്കുന്നത് വലിയ കുറ്റാണ്. നാളെ പരലോകത്ത് ഒന്നാമതായി വിചാരണ ചെയ്യപ്പെടുന്ന വിഷയമാണ് സുഹൃത്തുക്കളെ അത്. അപ്പൊ ഒരു വഖത്ത് നിസ്കാരം നഷ്ടപ്പെട്ടാൽ അത് വൻപാപമാണ് എന്ന് മനസ്സിലാക്കുന്നവർ, അങ്ങനെ മനസ്സിലാക്കുന്നവർ നമ്മളെ കൂട്ടത്തിൽ കുറഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ക്വാളിറ്റി കുറഞ്ഞതിന്റെ അടയാളമാണ്. ആ നിലക്ക് നമ്മൾ വിഷയങ്ങളെ സമീപിക്കാൻ മുന്നോട്ട് വരേണ്ടതുണ്ട്. ഇനി നിങ്ങൾ നോക്ക്, പള്ളിയിൽ പോകുന്ന ആളുകൾ തന്നെ പല പുണ്യങ്ങളും സ്ഥിരമായി നഷ്ടപ്പെടുത്തുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഞാൻ ഇപ്പൊ 30 കൊല്ലായി പള്ളി നിസ്കരിക്കാൻ വരുന്നത്, ഞാൻ 25 കൊല്ലായി എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടാവും. പക്ഷെ ഇപ്പോഴും അവർ വീട്ടിൽ നിന്ന് ഒന്നും എടുക്കൂല. അത് പള്ളിയിൽ വന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഔദും കരയിരുന്നിട്ട് എന്നെ മൂപ്പര് ഒന്നും എടുക്കുള്ളൂ. വീട്ടിൽ നിന്ന് ഒന്നും എടുത്തിട്ട് റവാത്തിബ് സുന്നത്ത് വീട്ടിൽ നിന്ന് നിസ്കരിച്ചിട്ട് വന്ന പുതിയ പുണ്യമാണെന്ന് പലവട്ടയിലും വയൽ കേട്ടത്. ഞാൻ 25 കൊല്ലായി, ഞാൻ പണ്ടേ എങ്ങനെയാ, എത്ര പറഞ്ഞു കൊടുത്താലും മൂപ്പര് മാറൂല. കണ്ടോ, പുണ്യം നഷ്ടപ്പെടുത്തല്ലേ. അതുപോലെ തന്നെ 1-ാം സഫ് എപ്പ വന്നാലും മൂലക്കെ പോയിരിക്കുള്ളൂ. സഫിലൊക്കെ സ്ഥലം ഉണ്ടെങ്കിലും മൂലക്കെ ചാരി വെച്ച് അവിടെ ഒത്തിരിക്കുള്ളൂ. 1-ാം സഫ്, 1-ാം സഫിന്റെ പ്രാധാന്യം, 1-ാം സഫിന്റെ പ്രാധാന്യം അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ അവരതിന് സീറ്റ് കിട്ടാൻ വേണ്ടി നറുക്കെടുപ്പ് നടത്തുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇനി നിസ്കരിക്കാൻ തന്നാലോ, സഫ് ശരിയാക്കാൻ പഴയ മുജാഹിദ് മഹല്ലുകളിൽ പലയിടത്തും പോയാപ്പുള്ള സ്ഥിതി എന്തായോ, കാലടുപ്പിച്ചു വെക്കണം. എപ്പോഴും ഇമാമ് പറയും സവ്വു സുഫൂഫക്കും, നിങ്ങൾ നിങ്ങളുടെ സഫ് ശരിയാക്കണം. ഫഇന്ന തസ്ബിയത സഫി മിൻ തമാമിസ് സ്വലാഹ്, നമസ്കാരത്തിൽ സഫ് ശരിയാക്കുന്നത് നമസ്കാരത്തിന്റെ പൂർത്തീകരണത്തിൽപ്പെട്ടതാണ്.
മറ്റൊരു റിവായത്തിൽ മിൻ ഇഖാമത്തി സ്വലാത്ത്, നമസ്കാരം കൃത്യമായി നിലനിർത്തുന്നതിന്റെ ഭാഗമാണത്. ചില മഹല്ലുകളിലൊക്കെ ഇമാമി എപ്പോഴും ഇത് പറഞ്ഞ ആളുകൾക്ക് ദേഷ്യം പിടിക്കും. ഇത്തിരി അത് എന്നും ഇങ്ങനെ പറയണേ, ഒരിക്കൽ രണ്ടൊക്കെ അങ്ങ് പറഞ്ഞാൽ പോരെ, എല്ലാവർക്കും തിരിയുള്ളത്. എവിടെ എത്തി? അള്ളാന്റെ റസൂൽ എപ്പോഴും പറഞ്ഞിരുന്നു എന്നാണ്. എന്ന് മാത്രമേ സഫ് ശരിയാക്കുന്ന നമ്മളെ ആളുകൾ മനസ്സിലാക്കുന്ന വളവില്ലാതിരിക്കാന്ന് മാത്രല്ല, സഹാബത്ത് അതെങ്ങനെ നടപ്പിലാക്കി? വകാന അഹദുനാ യുൽസിഖു മൻകിബഹു ബിമൻകിബി സാഹിബിഹി വഖദമഹു ബിഖദമിഹി. സഫ് ശരിയാക്കുവീൻ എന്ന ഇമാമിന്റെ കൽപ്പന കേട്ടാൽ സഹാബികൾ പറയാണ്, ഞങ്ങളിൽ ഒരാൾ തന്റെ തൊട്ടടുത്ത് നിൽക്കുന്നവന്റെ ചുമലിനെ ഒട്ടിച്ചു വെക്കും, കാൽപാദത്തെ കാൽപാദത്തോട് ഒട്ടിച്ചു വെക്കും. അൽസഖ എന്ന പേസ്റ്റ് ചെയ്തു നടത്തും, ഇങ്ങനെ അടുപ്പിച്ച് ഒപ്പിച്ചു വെക്കും. ഇന്ന് നമ്മൾ കാലടുപ്പിച്ചാൽ അറിയാതെ കാല് തട്ടിയെന്നുണ്ടെങ്കിൽ മൂപ്പനെടുക്കും. കാലൊരാളെ മേത്തട്ടി അറിയാതെ എടുക്കുമല്ലോ. ഇപ്പുറത്തേക്ക് ചപ്പുറത്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ആരാത്? മുജാഹിദിന് സർവീസ് ഉള്ളവനായി പറയണേ. 35 കൊല്ലായി മുജാഹിദായിട്ട് അവന്റെ അപ്പാനപ്പ എവിടെ മുജാഹിദ് ഉണ്ടാക്കിയെന്നവനായി പറയണേ. എത്ര വഴ കേട്ടാലും മതി. ഇന്നത് കേട്ടാ മാറ്റോ? ഇന്നത് കേട്ടാ അന്ന് നിസ്കരിക്കുമ്പോൾ അങ്ങനെ തന്നെ കേട്ടോ, മാറ്റൂല ഓരോരുത്തർ. അങ്ങനെ ഓരോ ആളുകളുടെ സ്വഭാവം നോക്കണം. നിങ്ങൾ നബി പറഞ്ഞത് തറാസു, നിങ്ങൾ ഇടതൂർന്നു നിൽക്കണം. ലാ തദഉ ഫുർജതൻ ലിശൈത്താൻ, സഫിൽ നിങ്ങൾ ശൈത്താനിന് വിടവ് ബാക്കി വെക്കരുത്. അപ്പോ ബുദ്ധി കൊണ്ട് ഇസ്ലാം ഉണ്ടാക്കണം. മുജാഹിദ് പറയാണ്, അപ്പൊ കാലിങ്ങനെ അയച്ച അതിന്റെ അടിയിൽ ശൈത്താൻ നിൽക്കൂലേ? എങ്ങനെയുണ്ട്? അതാണ് ബുദ്ധി കൊണ്ട് ദീനുണ്ടാക്കണം. അബ്ദുസലാം സുല്ലമി എഴുതി, സഫ് അടുത്ത് നിൽക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം രണ്ടാളുകൾക്കിടയിൽ വേറെ ഒരാൾക്ക് നിൽക്കാനുള്ള സ്ഥലം ഉണ്ടാകരുത് എന്നാണ്. വലിയ ഏഷ്യയിലെ മുഹദ്ദിസായി എഴുതണത്. പിന്നെ ജനങ്ങൾ നന്നാവോ? ഇപ്പോഴും നമ്മളെ കൂട്ടത്തിൽ കുറെ ആളുകളുണ്ട് മടവൂരി അല്ലാന്ന് മാത്രമേ ഉള്ളൂ. സംഘടന പിളർന്നപ്പോ ബൈനഹുമ കളിച്ചിട്ട് അവസാനം തൂക്കം കിട്ടാൻ നടപ്പത്തിൽ നിന്നതാ. എന്തിനാ ഇതിൽ നിന്നത് ഓനെന്നെ അറിയില്ല. എന്തേച്ച് മടവൂരിന്റെ ഒപ്പം പോകാൻ അതും അറിയില്ല. അങ്ങനെ എന്നിട്ടോ മനസ്സ് മുഴുവൻ മടവൂരിസാണ്, മനസ്സ് തലയിൽ മുഴുവൻ മടവൂരിസാണ്. കേരളമിന്റെ ഒപ്പം എന്ന് പറയും ചെയ്യും. നോക്കണം നിങ്ങൾ, എത്ര സഫ് നിൽക്കുന്ന കാര്യം മാത്രം തൂക്കിയാൽ മതി. നിങ്ങൾ ഈ മടവൂരിടത്ത് നിൽക്കാൻ തന്നെ പ്രയാസ. കാരണം നമ്മൾ കാലം കച്ചവനെ കാലം വിൽക്കും. ചിലപ്പോ നിങ്ങൾ നോക്കൊരു നോട്ടം, കാലടുപ്പിച്ചു വെക്കണം. മാത്രല്ല കഥമിനോട് ഒട്ടിച്ചു വെക്കണം എന്ന് പറഞ്ഞാൽ പാദം ഒട്ടണമെങ്കിൽ എങ്ങനെ? സാധാരണ നമ്മളെ കാലിങ്ങനെ ചെരിഞ്ഞാ നിൽക്കുക അല്ലേ? ആ ചെരിഞ്ഞ കാലൊന്ന് ഇങ്ങോട്ടാക്കണം, ഒന്ന് ഖിബിലൊക്കെ നേരെയാക്കണം. അപ്പോഴേ നെരിയാണി തമ്മിൽ മുട്ടുള്ളൂ. നെരിയാണി മുട്ടേ കുറച്ച് പ്രയാസമുണ്ട്. അങ്ങനെ നിൽക്കണം. നിന്നിട്ട് ഓ ഇങ്ങനെ തന്നെ നിൽക്കുള്ളൂ, ഓന്റെ കാലം ഇങ്ങനെ നിൽക്കുള്ളൂ. അപ്പൊ നമ്മൾ അടുപ്പിക്കാൻ തന്നെ ഓന്റെ വിരലുമ ചവിട്ടും. വിരലുമ ചവിട്ടുന്ന ഹദീസിലുണ്ടോ? ഇങ്ങനെ വെക്കണം ഹദീസിലുണ്ടോ? രണ്ടു ഭാഗത്തേക്കും കാല് വെക്കണം. അബ്ദുസലാം സുല്ലമി എഴുതാണ്, ഞാൻ തിരൂർക്കാട് നിസ്കരിക്കാൻ പോയപ്പോ ഒരു KNM എന്റെ ബെരലിന് ചവിട്ടി. എന്നിട്ട് ശബാബിലൊരു ലേഖനം, ബെരലി ചവിട്ടാക്കും ഇയാൾ ഇങ്ങനെ കാലൊട്ടിച്ചു വെക്കണ്ടേ? അപ്പൊ സുഹൃത്തുക്കളെ, ഒരു ചെറിയ വിഷയം ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരുപാട് സംഗതികള് നമ്മൾ ആളുകൾ അവഗണിക്കുകയാണ്. സഫ് ശരിയായില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല, നിസ്കാരം പൂർത്തിയാവില്ല എന്ന ഹദീസിലുള്ളത്. അതുപോലെ നിങ്ങൾ നോക്ക റവാത്തിബ് സുന്നത്തുകൾ, ഫർള് നിസ്കാരത്തിന് മുമ്പും പിമ്പുള്ള സുന്നത്ത് നിസ്കാരം. ളുഹറിന് മുമ്പ് 2 അല്ലെങ്കിൽ 4, ളുഹറിന് ശേഷം 2, മഗ്രിബിന് ശേഷം 2, ഇശാക്ക് ശേഷം 2, സുബഹിക്ക് മുമ്പ് 2, മൊത്തം 10 അല്ലെങ്കിൽ 12 റക്അത്ത്. ഇത് നിത്യേന പതിവായി നമസ്കരിക്കുന്നവർക്ക് സ്വർഗത്തിൽ ഒരു പ്രത്യേക ഭവനം തന്നെ അള്ളാഹു നിർമ്മിച്ചു നൽകുമെന്ന് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ നമ്മളെ പല ആളുകളും സ്ഥിരമായി റവാത്തിബ് നിസ്കരിക്കാത്തവരുണ്ട്. സുന്നത്തല്ലേ എന്നാ പറയാ ചോദിച്ചാല്, സുന്നത്തല്ലേ, സുന്നത്തിനാ നിസ്കരിക്കേണ്ടാത്തതെന്നാ പറയുന്നിട്ട് അങ്ങനെ തോന്നുക. നിസ്കരിക്കാൻ എപ്പോഴെങ്കിലും നമുക്ക് സന്ദർഭം കിട്ടിയില്ലെങ്കിൽ അതിന് കുഴപ്പമില്ല എന്നാ. വീട്ടിൽ നിസ്കരിക്കലല്ലേ സുന്നത്ത് വീട്ടിൽ നിസ്കരിക്കല്ലേ അഫ്ളല്? ശരിയാണ്, വീട്ടിൽ നിന്ന് കരിക്കോ? ഇവിടുന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ പോയിട്ട് കരിക്കും. അവിടെ ചെന്നപ്പോ ഒന്നു മുറിഞ്ഞു, അപ്പൊ പിന്നെ ചോറെടുത്ത് ചെയ്യുന്നു, പിന്നെ അങ്ങനെ പോയി എന്നെ എന്നും. അപ്പൊ ഇവിടുന്നില്ല അവിടുന്നില്ല, രണ്ടിടത്തും തൊയ്വാണിയും നല്ല പള്ളിയിൽ നിസ്കരിക്കലല്ലേ? നിസ്കരിക്കൂല പല ആളുകളും. തഹിയ്യത്ത് നിസ്കാരം എന്താ ഇപ്പൊ ഈ പരിപാടിക്ക് ഒരാൾ പള്ളി പുറത്തു പോയിട്ട് വന്നാല് സുന്നത്ത് നിസ്കരിച്ചിട്ട് അവിടെ ഇരിക്കാൻ പാടുള്ളൂ. കാരണം പള്ളിയിൽ നിങ്ങൾ പ്രവേശിച്ചാൽ 2 നിസ്കരിക്കുമ്പോൾ ഇരിക്കരുതെന്ന് കർശനമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമാണ്. പല ആളുകളും പാലിക്കൂല. അതുപോലെ നിസ്കാര ശേഷമുള്ള പ്രാർത്ഥനകള്, കൂട്ട പ്രാർത്ഥന വേണ്ടെന്ന് നമ്മൾ പറഞ്ഞു.
നിസ്കാര ശേഷമുള്ള പ്രാർത്ഥന നിർബന്ധമുള്ള പ്രാർത്ഥന എന്നല്ല. ഒരാൾക്ക് ഇപ്പൊ പെട്ടെന്ന് ഓൻ ചെന്നിട്ട് വേണ്ടി വരും പീടികയില മറ്റോ നിസ്കരിക്കാൻ പോരാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ബസ് വരാണ്ട്, അങ്ങനത്തെ സന്ദർഭത്തിലേക്ക് നമുക്ക് എണീറ്റ് പോകാം. പക്ഷെ സ്ഥിരമായിട്ട് ലഗോം പോയി മുട്ടട്ട മാതിരി അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും ഒറ്റ പോക്കാം, ഒരു ദിക്റും ഇല്ല, സലാത്തും ഇല്ല. നമ്മൾ മദ്രസയിൽ പഠിപ്പിക്കുകയാണ് 3ാം ക്ലാസ്സിൽ അദ്കാറു ബഅദ സ്വലാത്ത്, നമസ്കാര ശേഷമുള്ള ദിക്റുകൾ. അസ്തഗ്ഫിറുല്ലാഹ് 3 വട്ടം പറയണം. അല്ലാഹുമ്മ സല്ലല്ലാഹു അലൈഹി തബാറക തആല ജലാലി വൽ ഇക്റാം, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അതൈത ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ശരീക ലഹു. പിന്നെ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33. പിന്നെ 100 തേക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. പിന്നെ ആയത്തുൽ കുർസി, അതുപോലെ 3 സൂറത്തുകൾ, ഖുൽ ഹുവല്ലാഹു ഖുൽ അഊദു റബ്ബിൽ ഫൽഖ് ഖുൽ അഊദു റബ്ബിൻ നാസ്. ഈ 3 സൂറത്തും മഗ്രിബിനും സുബഹിക്കും ശേഷം 3 തവണ. ഇതൊക്കെ ആർക്ക് വേണ്ടിയാ പഠിപ്പിക്കണത്? സുന്നികൾക്ക് വേണ്ടിയാ തന്നെ? ഇതൊക്കെ നമ്മൾ പാലിക്കേണ്ടതല്ലേ കൂട്ടരെ? നമ്മൾ നടപ്പിലാക്കേണ്ടതല്ലേ? നടപ്പിലാക്കുന്നില്ല എന്നതാണ്. സ്ഥിരമായിട്ട് ദിക്റുകൾ ചെല്ലാതിരിക്കാത്ത ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നിസ്കരിക്കാനാണ് നിന്നാലോ, 35 കൊല്ലായി ഞാൻ ഈ പള്ളി നിസ്കരിക്കുന്നതോടെ നിൽക്കാരെ നോക്കണം. നിങ്ങൾ ഇങ്ങനെയൊക്കെ വേപ്പിട്ട് നോക്കിയിട്ട് മൂരി മൂത്രം കുടിച്ചാൽ ഇങ്ങനെയൊക്കെ അങ്ങനെ നിസ്കരിക്കാൻ നിൽക്കണ്ടേ? അള്ളാഹുവിന്റെ റസൂല് തല കുനിച്ചിട്ടാ നിക്ക. ശരിക്ക് ലെവലായി നിന്നിട്ട് നട്ടല് നിവർത്തി നിന്നിട്ട് തല അല്പം കുനിച്ച് സുജൂദിന്റെ ഭാഗത്തേക്ക് നോക്കണം. കയ്യെട്ടലുണ്ട, കയ്യെട്ടിന് വാദപ്രതിവാദം നടത്തിയ കൂട്ടരെ നമ്മള്. ഇപ്പൊ മുജാഹിദ് പള്ളിനെ പോയി നോക്കിയാ ഇങ്ങനെ കെട്ടി ഇങ്ങനെ പോന്ന് അല്ലേ? എന്താ എത്ര ഗൗരവമുള്ള വിഷയ. നിസ്കരിക്കാൻ വന്നിട്ട് തക്ബീറത്തുൽ ഇഹ്റാം പോലെ ഓരോ വലിയ KNM-മാരും ISM-മാരും ഒക്കെ ആയിരിക്കും. അവിടുത്തെ വലിയ നേതാക്കന്മാരെയൊക്കെ അറിയിക്കാട്ടിനായിരിക്കും. പിന്നെ ഇപ്പൊ MSM-മാരെ കാര്യം പറയാണ്ടോ? സാധാരണ ഇന്ന് മറ്റുള്ളവരെ പറ്റി ഇവിടെ വർത്താനേ ഇല്ല, നമ്മളെ പറ്റി എന്താ വർത്താനം നോക്കണം നിങ്ങള്. അതുപോലെ റുക്കൂഅ്, അള്ളാഹിന്റെ റസൂൽ പറഞ്ഞ തലയും ഊരയും ഒരേ ലെവലിലാകണമെന്ന്. ചിലർക്ക് ഊരവേദന ഉള്ളവർക്ക് നേരെ കുഞ്ഞാൻ കഴിയണ്ട, ചിലപ്പോ നടുവേദന ഉള്ളവർക്ക്, അവരെ പറ്റിയല്ല ഈ പറഞ്ഞ്. ശരിക്കും സാധിക്കുന്ന ആളുകൾ തന്നെ റുക്കൂഅ് നേരെ ചെയ്യുന്നുണ്ടോ? ഇല്ല, റുക്കൂ ചെയ്യുന്നില്ല. അതുപോലെ നബി പറഞ്ഞു അത്തസാഉബു മിനശ് ശൈത്താൻ, കോട്ടുവായി ശൈത്താനിൽ നിന്നാണ്. ഫൈദാ തസാഅബ അഹദുകും ഫി സ്വലാത്തി ഫൽയക്ലിം മസ്തതാ, നിങ്ങൾക്ക് കോട്ടുവായി വന്നാൽ, നമസ്കാരത്തിൽ കോട്ടുവായി വന്നാൽ അവൻ കഴിയുന്നത്ര അമർത്തിക്കൊള്ളട്ടെ. വലാ യഅവി, അവൻ ഓരിയിടരുത്. നമ്മളാളുകള് അതുവരെ ഒരു കോട്ട വേണം നിസ്കരിക്കാൻ, ഇങ്ങനെ ഓരിയിടുന്ന ഒരു റക്അത്തിൽ 3 കോട്ട നോക്കൊണ്ടുകള് നമ്മളെ ചില ആളുകള്. അപ്പൊ എത്ര ഗൗരവമുള്ള വിഷയം അത്. ശൈത്താനാണ്. ശൈത്താൻ നിങ്ങളെ നിസ്കാരം പയപ്പിക്കാൻ ഈ കോട്ടാവിയും കൊണ്ടുവരുന്നത്. കഴിയുന്നത്ര അമർത്തിക്കൊള്ളട്ടെ, ഓരിയിടരുത് എന്ന് അള്ളാന്റെ റസൂലിന്റെ വാക്കാണ്. 1400 കൊല്ലം മുമ്പ് നബി പറഞ്ഞ വാക്ക ഞാൻ പറഞ്ഞല്ല. നായോരുന്ന ഇങ്ങനെ അങ്ങനെ നമ്മളെ ആളുകൾ കോട്ടാവി വന്നാൽ തല ഉരിക്കൂല എന്ന് മാത്രല്ല, കോട്ടാവി ഇങ്ങനെ ആക്കും. 3 വട്ടകൽ ഒരു റക്അത്തിൽ കോട്ടാവി നോക്കിങ്ങള്. അപ്പൊ നിസ്കാരത്തിന്റെ കാര്യം തന്നെ എടുത്തു നോക്കിയാല് റുക്കുആകട്ടെ സുജൂദാകട്ടെ നിസ്കാരത്തിന്റെ രൂപങ്ങൾ തീരെ ശ്രദ്ധിക്കുന്നില്ല. അത് പറഞ്ഞിട്ടാ പറഞ്ഞ അലൈമോലിന്റെ കുത്ത് 25 കൊല്ലം കേട്ടാണ്, അതിലെത്തിമോലിന്റെ കുത്ത് പട്ടാളപ്പള്ളിന് 25 കൊല്ലം കേട്ടാണ്. ഇത് അബന്റെ യോഗ്യത. ഇനി ഒന്നും പഠിച്ചേണ്ട ആവശ്യമില്ല, ഇനി ഒന്നും പറഞ്ഞു കൊടുക്കും വേണ്ട. ആ ഇതുവരെ കേൾക്കാത്ത ഹദീസാരും പറയാനും പാടില്ല. എന്തൊരു കഷ്ടാണിത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ ഒരാൾ വന്ന് നിസ്കരിക്കുക. നബി അയാളെ നിസ്കാരം ഇങ്ങനെ ശ്രദ്ധിച്ച് നിസ്കാരം കഴിഞ്ഞിട്ട് റസൂൽ എന്താ അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, സലാം മടക്കിയിട്ട് റസൂൽ പറഞ്ഞു തിരിച്ചു പോയി നിസ്കരിക്കടോ, നീ നിസ്കരിച്ചിട്ടില്ല. അയാൾ വീണ്ടും പോയി നിസ്കരിച്ച് വീണ്ടും നിസ്കരിച്ചിട്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് വീണ്ടും സലാം പറഞ്ഞു. അപ്പൊ രണ്ടാമത്തും സലാം മടക്കിയിട്ട് ഇർജി ഫസല്ലി, പഴയ മറുപടി തന്നെ, പോയി നിസ്കരിക്കുന്നു, നീ നിസ്കരിച്ചിട്ടില്ല. അയാൾ രണ്ടാമത് നിസ്കരിച്ചു. മൂന്നാമത് വന്നപ്പോൾ നബി തന്നെയാ പറയണേ. അപ്പൊ അള്ളാഹുവിന്റെ റസൂലെ, അങ്ങയെ സത്യസമേതം അയച്ച അള്ളാഹുവാണ് സത്യം, എനിക്ക് ഇങ്ങനെ അല്ലാണ്ട് നിസ്കരിക്കാൻ അറിഞ്ഞൂടാ, അതുകൊണ്ട് എനിക്ക് പഠിപ്പിച്ചു തരണം. നമ്മളാണെങ്കിലോ അയാളെ പണിയോക്കട്ടെ, മനുഷ്യൻ 3 വട്ടം നിസ്കരിച്ച് എന്തൊക്കെയാണപ്പത് എന്നും പറഞ്ഞിട്ട് പോവുകയ്യ. പഠിപ്പിച്ചേരി അറിയാത്തത് പഠിപ്പിച്ചേരിനാണ്ട് അവിടെ ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഇന്ന് നമ്മളെ പല ആളി നിസ്കാരം അള്ളാന്റെ റസൂല് കണ്ട 25 വട്ടം മടക്കിപ്പിന് ആദ്യം നമ്മളെ നിസ്കാരം നാ പഠിക്കുന്നുണ്ടോ? ഇല്ല. പഠിക്കണ പരിപാടി തന്നെ. പണ്ട് പഠിച്ച എന്തൊക്കെ ജഹാലത്തുണ്ടോ അതൊന്നോട്ട് മറക്കൂല, പുതിയതൊന്നോട്ട് പഠിക്കൂല. എന്നാലൊരു ചോദ്യം, എന്നാലും നിസ്കരിക്കണില്ലേ? എങ്ങനെയായാലും നിസ്കരിച്ചാ പോരെ, ഇഖ്ലാസോടെ നിസ്കരിച്ചാ അല്ലത് വെറുതെ ആക്കോ. എന്നാ പിന്നെ ഖുർആനിൽ ഫവൈലുൽ ലിൽ മുസല്ലീൻ വേണം. എന്നാ അതിന്റെ അർത്ഥം നിസ്കരിക്കുന്നവർക്ക് നാശം, അങ്ങനെയുണ്ട് ഖുർആനിൽ. എന്തിനാ?
അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവരവരുടെ നിസ്കാരത്തെ കുറിച്ച് അശ്രദ്ധരാണ്. അശ്രദ്ധരായിട്ട് നിസ്കരിക്കുന്നവർ നിസ്കരിച്ചിട്ട് കാര്യമില്ല, നാശാണ് അവർക്ക്. അള്ളാഹുവിന്റെ റസൂലാ പറയുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നൽ അബ്ദ ലയുസല്ലി സ്വലാത്ത, ഒരു അടിമ നമസ്കരിക്കും, പക്ഷേ മാ യുക്തബു ലഹു മിൻഹാ ഇല്ലാ ഉശ്റുഹാ, ആ നിസ്കാരത്തിന്റെ 1/10 അവന് രേഖപ്പെടുത്തപ്പെടൂല. ആ നിസ്കാരത്തിന്റെ കൂലിന്റെ 1/10 അവന് കിട്ടുള്ളൂ. തുസ്ഉഹ ചിലപ്പോ 9/1, സുംനുഹ 8/1, 7/1, 6/1, അങ്ങനെ പറഞ്ഞിട്ട് നിസ്ബുഹ ചിലപ്പോ പകുതി. നമുക്ക് പകുതി തന്നെ കിട്ടുമോ? 10/1 കിട്ടുമോ? 20/1 ചിലപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. അങ്ങനത്തെ നമ്മളെ നിസ്കാരം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമസ്കാരം എത്ര ഗൗരവമുള്ള വിഷയമാണ്. നിസ്കരിക്കുന്നതിന്റെ മുമ്പിൽ ഒരു മറ വേണമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞതാ. ഇപ്പൊ ഒരാളിങ്ങനെ പള്ളിയിൽ ഇവിടെ നിസ്കരിക്കാം, ഇവിടെ മറ ഉണ്ടോ? ഇല്ല, അത്രയും ദൂര. അപ്പൊ ഈ ചുമരിനോട് ചേർന്ന് നിൽക്കണം. ഒരു സഫിന്റെ അടുത്തെത്ര മുമ്പിലൊരു തൂണോ ഒരു ചുമരോ എന്തെങ്കിലും മറ വേണം. അതിനാണ് സുത്രത്തുൽ മുസല്ലി, നിസ്കരിക്കുന്നതിന്റെ മുമ്പിലെ മറ എന്ന് പറയാ. അപ്പൊ ആ നടുക്കൊന്ന് കണ്ടിട്ട് കൈയെത്താൻ പറ്റുമോ? പറ്റൂല. മുമ്പോട്ട് നീങ്ങി നിൽക്കണം. ഒരു സഫ് ഇരിക്കുന്നുണ്ടെങ്കിൽ ആ സഫിന്റെ ബാക്കിൽ നിൽക്കണം. ഒരു തൂണുണ്ടെങ്കിൽ ആ തൂണിന്റെ അടുത്ത് നിൽക്കണം. ഒരു ചുമരുണ്ടെങ്കിൽ ആ ചുമരിന്റെ അടുത്ത് നിൽക്കണം. ലാ തുസല്ലി ഇല്ലാ ഇലാ സുത്രത്തിൻ, ഒരു മറയിലേക്ക് തിരിഞ്ഞുകൊണ്ടല്ല നീ നമസ്കരിക്കരുത്. വദ്നു മിൻഹാ, ആ മറയോട് നീ അടുത്ത് നിൽക്കണം. സുജൂദിന്റെ അത്ര അകലേ പാടുള്ളൂ. അല്ല ഇവിടുന്ന് നിസ്കരിച്ച 2 സഫ് അപ്പുറത്ത് മറ ഉണ്ടല്ലോ വിചാരിച്ചിട്ട് പറ്റുമോ? പറ്റൂല. മറയില്ലാതെ നിസ്കരിക്കുന്നവന്റെ പെരടിക്ക് ഇങ്ങനെ പിടിച്ചിട്ട് തൂണിന്റെ അടുത്ത് തന്നെ കൊണ്ടാക്കി ഉമർ ഖത്താബ്. ചില ആൾക്ക് ബയലിൽ അറിഞ്ഞാൽ മനസ്സിലാവില്ല, അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും ചിലപ്പോ. വെള്ളിയാഴ്ച ഇരുന്ന് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ എടുത്തോടെ അവന്ന് കൊണ്ടുവരേണ്ടി വരും, എന്നാലേ പിന്നെ മാറ്റുള്ളൂ. അങ്ങനത്തെ ചില മനുഷ്യന്മാരുണ്ടാവും. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾ ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഈ രൂപത്തിൽ എത്ര പറഞ്ഞാലും ഉപദേശങ്ങൾ മണ്ടി കയറാത്ത ചില മനുഷ്യന്മാര്, അത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്. നമ്മുടെ മുജാഹിദ് മഹല്ലുകളിൽ വളർന്നു വരുന്ന ആളുകള് ഈ രൂപത്തിൽ ഒരിക്കലാകാൻ പാടില്ല. ഒന്നുണ്ടാക്കണ കോലം തന്നെ ഇപ്പൊ എന്താ? ഒന്നുണ്ടാക്കി വന്നാൽ പല സ്ഥലത്തും നനഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല. ഹൗദിലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഒന്നും നനഞ്ഞുണ്ടാവില്ല. ഇനി 3 വട്ടം നിറഞ്ഞുണ്ടോ പൈപ്പിന്റെ ഓട്ടില് ഭർത്താൻ എങ്ങനെ പറയണ്ടാവും, ഇതിപ്പോ എത്ര വട്ടാ, ഇതിപ്പോ എത്ര വട്ടാ, ഇത് 3 വട്ടായാ. അങ്ങനെയെങ്കിലും കൈകടം നിറഞ്ഞാ പോരെ റസൂലിന്. കാലികലെങ്ങനെ ഒന്നായിട്ട് വെള്ളം കിട്ട് മണ്ണ് ചവിട്ടിക്കൊണ്ടായി കഴിഞ്ഞ്. വലത്തേ കാല് കഴിയുക, ഇടത്തേ കാല് കഴിയുക, ഇടത് കൈ കൊണ്ട് പിടിച്ച് കഴിയുക, ഇതൊന്നുമില്ല. വളുവിന്റെ കാര്യമൊക്കെ വളരെ അബദ്ധമാണ്. അതൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് അതെന്നെ പറയാം, ഒരു ദിവസം വേറെ വേണ്ടി വരും. ഇനി നിങ്ങൾ നോക്ക് ജുമഅന്റെ കാര്യം. ജുമഅക്ക് എപ്പോഴാ വരിക? ഒട്ടകത്തെ അറുത്തോർത്ത കൂലി, പശുവിന് അറുത്തോർത്ത കൂലി ഒക്കെ പറയും. പക്ഷേ പിന്നെ ഇമാമ് ഖുത്ബക്ക് കയറുമ്പോ വയസ്സന്നായിന്റെ തൊള്ളേക്ക് നോക്കിയ മാതിരി അവിടെ ഇവിടെയോ 4 ആളുണ്ടാവും. ആ മൂലക്ക് ഒരാൾ ഇവിടെ, ഒരാള് 2 ആള് ഇവിടെ ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ വരും വലിയ മുജാഹിദീങ്ങള്. ഖുത്ബ പകുതിയായി, ഖുത്ബ തീരാ 2ാം ഖുത്ബയായി, ഇങ്ങനെ തീരാറാവുമ്പോ ഇങ്ങനെ കയറി വരും. എന്താ അതുകൊണ്ട് കാര്യം? വന്നാൽ തന്നെ എന്താ സ്ഥിതി? ഇരുന്ന് ഉറങ്ങാനായിട്ട് നീയത്താക്കി വരില്ല, ഇങ്ങനെ ഇട്ടിരിക്കും. ഇങ്ങനെ പറയാൻ പാടില്ല. പറഞ്ഞ ഓ ഞാൻ ഇവിടുത്തെ വലിയ ആളല്ലേ, ഇങ്ങനെ മൗലവി കുത്തുബിയിൽ ഉണർത്തി ഭയങ്കര മനസ്സിലായിരിക്കും. എന്റെ മുമ്പിൽ ഇറങ്ങി ഏത് മൗലവിയായാലും വേണ്ട, ആചാരായാലും വേണ്ട, ഞാൻ ഉണർത്തും. അത് ഖുത്ബനെ അവഹേളിക്കലല്ലേ അത്? മിമ്പർമ കയറിയവൻ ആരാകട്ടെ ജുമഅക്ക് നേരത്തെ വരൂല്ല, വന്നാ ഉറങ്ങും ചെയ്യാ. എന്താ പിന്നെ അവസ്ഥ? നമ്മൾ ആളുകൾ ഖുത്ബന്റെ ഒരുപാട് ജുമഅക്ക് ഒരുപാട് പുണ്യുണ്ട്. ഒരാഴ്ചത്തെ പാപം പൊറുക്കുന്നുണ്ട്. വെറുതെ ഇവിടെ വന്ന് തൂങ്ങി ഇറങ്ങി ചാരിക്കുത്തിരുന്നാലൊന്നും ഒരാഴ്ചത്തെ പാപം പൊറുക്കൂല. അതിന് ചില ആദാബുകളുണ്ട്, ചില ശുറൂത്തുകളുണ്ട്. അത് പാലിച്ചു വരണം. പല മഹല്ലുകളിൽ ഈ സ്ഥിതി എന്താണെന്നറിയോ? ഓൽക്ക് ഖുത്ബ എന്ന് പറഞ്ഞ ഒരു ചടങ്ങാണ്. അതൊന്ന് നടത്തി കിട്ടിയ ഏതെങ്കിലും എൻട്രൻസ് തോറ്റോനോ പ്രിലി തോറ്റോനോ എവിടെയെങ്കിലും തട്ടിമുട്ടിയ ഖത്തീബ് നമുക്കൊരു 100 റുപ്യൊക്കെ ഒക്കണ ഒരാളെ കിട്ടണം എന്നാ പറയാ. അവർക്ക് ഇത് നടന്നു പോയാൽ മതി. എങ്ങനെയെങ്കിലും ഒരു നല്ല ഖത്തീബ് വേണം, നാട്ടിലെ പ്രശ്നങ്ങൾ പരാമർശിക്കണം എന്നൊന്നുമില്ല. നാട്ടിലെ പ്രശ്നങ്ങൾ പരാമർശിച്ച് നാട്ടുകാരെ തൊട്ട് പ്രസംഗിച്ചോ അയാൾ അവിടുന്ന് ഔട്ടാകും വേഗം. നേരെ മറിച്ച് ആളുകളെ ചിരിപ്പിക്കുന്ന പ്രസംഗമാണെങ്കിലോ കടിച്ചു കൂടും എല്ലാ മുജാഹിദീങ്ങളും ഇരുന്നിട്ട് ഇങ്ങനെ കുലുങ്ങിച്ചിരിക്കും. കാരണം ഒന്നും ഓലെ പറ്റിയൊന്നുമില്ല, ഒക്കെ നാട്ടുകാരെ പറ്റിയാണ്. സ്വന്തം ജീവിതത്തെ സ്പർശിക്കുന്ന രൂപത്തിൽ ഒരാൾ ഖുത്ബ നടത്താൻ തുടങ്ങിയാൽ ഓൻ അവിടുന്ന് വേഗം ഔട്ടാവും. അത് ഹറാമാണ്, ഇത് തെറ്റാണ്, മറ്റത് പാടില്ലാത്തതെന്ന് പറഞ്ഞാൽ ഇയാൾ കുറച്ച് തീവ്രവാദിയാണ്, ഇയാളെ ശരിയാവില്ല. നമുക്ക് വലിയ കുസുകുസു അയാൾക്ക് എന്തെങ്കിലും കുറ്റമുണ്ടോ നോക്കും. അയാളെ അനുജനെങ്ങനെ, അയാളെ പെങ്ങളെങ്ങനെ, അയാളെ മോനെങ്ങനെ, അയാളെ മോന്റെ തുണിയുണ്ടോ? എന്താ പ്രശ്നം? ഇയാള് നാട്ടിൽ ഖുത്ബ പറഞ്ഞു എന്നുള്ളതാണ്. ഖുത്ബ പറഞ്ഞു എന്റെ പെങ്ങൾക്കോ ഖുത്ബ പറഞ്ഞു എന്റെ മോനോ അനിയനോ ഒന്നും ഒരു കുറ്റം ഉണ്ടാകാൻ പാടില്ല. ആ
അതൊക്കെ എടുത്ത് ഇവര് കുത്തിപ്പൊന്തിക്കും. എന്തിന്? ഇവിടെ കുത്തു പറഞ്ഞിന്. വേറൊരു കേട്ടോ, ആരാപ്പത്? മുജാഹിദീങ്ങളെ കാര്യം പറയണത്, നാട്ടുകാരെ കാര്യമല്ല. അപ്പൊ നോക്ക് നിങ്ങള്. എന്നിട്ട് എല്ലാവർക്കും പത്തിനെ പരലോകം ഇങ്ങനെ ഇടക്കിടക്ക് പറയാ, ഇങ്ങനെ പറയാ, ഇടക്കിടക്ക് കരിപ്പിച്ച, ഇടക്കിടക്ക് ചിരിപ്പിക്ക. നാട്ടിൽ നടക്കുന്ന തെറ്റുകൾ, വൃത്തികേടുകൾ, മുജാഹിദ് മഹല്ലുകളിലെ ജീർണതകൾ പറയാൻ തുടങ്ങിയ അവനോട് ഹുതുബല്ല. പല പഴയ മുജാഹിദ് മഹല്ലിലെ സ്ഥിതി എന്താന്ന് നിങ്ങള്? മടവൂരിയും ജമായത്തും സുന്നിയും ഒക്കെ പാട അലയൻസാണ്. ആ ഐക്യം പറയുന്ന മാതിരി ഒരു പ്രസംഗം അവിടെ നടക്കൂല. ഇപ്പൊ എനിക്ക് കോഴിക്കോട് ജില്ലയുടെ, നിങ്ങളെ ജില്ലന്റെ അങ്ങേ ഭാഗം നാദാപുരം, കല്ലാച്ചി, വാണിമേല്, അങ്ങനെയൊക്കെ കുറെ സ്ഥലമുണ്ട്, ചീക്കോന്ന്, ആ ഭാഗത്തൊക്കെ ഞാൻ പറയില്ല, ചില മഹല്ലുകളൊക്കെ സ്ഥിതി അതാ. അവിടെ ഐക്യം തകരാൻ പാടില്ല. 25 കൊല്ലായി മുജാഹിദ് പള്ളിയിലുണ്ടോ, എന്താ മുജാഹിദ് പ്രസ്ഥാനം എന്നറിയില്ല. ആ നാട്ടിൽ നടക്കുന്ന ഒരു തെറ്റിനെയും വിമർശിച്ചൊരു ഖുത്ബ അവിടെ പറ്റൂല, ഒരു പ്രസംഗം അവിടെ പറ്റൂല, ഒരു ക്ലാസ് അവിടെ പറ്റ. അപ്പോൾ എല്ലാവരും, എല്ലാ ശൈത്താന്മാരും ഒന്നാവും. ജമായത്തും സുന്നിയും മടവൂരിയും ലീഗും ഒക്കെ പറയും. നമ്മളൊക്കെ ലീഗല്ലേ? ചിലടത്തതാണ്. നമ്മളൊക്കെ കോൺഗ്രസ് അല്ലേ? അപ്പൊ ലീഗും കോൺഗ്രസിനും MESലും MSSലും ഒക്കെ ഒന്നേക്കാരം. അപ്പൊ പിന്നെ പലർക്കും പറ്റാത്തത് പറഞ്ഞാൽ ഓലൊന്നാവും, എല്ലാ ശൈത്താന്മാരും ഒന്നാവും. എന്നിട്ട് ഖുത്ബക്കെതിലും ഖത്തീബിനെതിലും തിരിയും. അങ്ങനെ ഒരു ചടങ്ങ് ഇങ്ങനെ നടന്നു പോയാൽ മതി. വെള്ളിയാഴ്ച ഖുത്ബ. ഇതിലും നല്ല നമുക്ക് നബാത്തി ഖുത്ബ അല്ലേ കൂട്ടരെ? എന്തിനാ നബാത്തി ഒഴിവാക്കിയത്? ഇങ്ങനെ വായിച്ചാൽ ആർക്കൊന്നും തിരിയില്ല. അതാണല്ലോ, അത് മദീന. നമ്മൾ ഖുത്ബ മലയാളത്തിലാക്കണം എന്ന് പറഞ്ഞാൽ ഖുത്ബ മലയാളത്തിലായാൽ അതിന്റെ മാറ്റം നമുക്ക് ഉണ്ടാകണ്ടേ? നമുക്കിവിടെ ലീഗും കോൺഗ്രസും വളർത്തലോ MESും MSSും വളർത്തലോ അല്ല നമ്മളെ പ്രശ്നം. നമുക്ക് ദീന് ജനങ്ങളെ പഠിപ്പിക്കല. ദീന് പഠിപ്പിക്കാൻ ലീഗ് തടസ്സമാണെങ്കിൽ ലീഗിനെ മാറ്റി നിർത്തണം. കോൺഗ്രസ് തടസ്സമാണെങ്കിൽ കോൺഗ്രസിനെ മാറ്റി നിർത്തണം. MES MS നടത്താൻ മാറ്റി നിർത്തണം. നമുക്ക് ആദർശം ജനങ്ങൾക്ക് എത്തണം. മിമ്പറിൽ നിന്ന് യഥാർത്ഥ ദീനിന്റെ ശബ്ദം ജനങ്ങൾക്ക് കേൾക്കണം. മഹല്ലിൽ നടക്കുന്ന തെറ്റുകൾ, തമ്മാടിത്തങ്ങള് കൃത്യമായി ഖതീബിന് പറയാൻ സ്വാതന്ത്ര്യം കൊടുക്കണം. മൗലവി നിങ്ങൾ ഇങ്ങനെ പറയരുത്, മൗലവി നിങ്ങൾ അങ്ങനെ പറയരുത്, സെക്രട്ടറി വരെ അങ്ങനെ പറയാൻ പാടില്ല എന്നുണ്ട്, ഇങ്ങനെ പറയാൻ പാടില്ല എന്നുണ്ട്. പിന്നെ ആ മൗലവിക്ക് എന്താ അവിടെ സ്ഥാനമുള്ളത്? പോടാ അവിടുന്ന് എന്നോടൊക്കെ പറഞ്ഞ ഓൻ പറഞ്ഞു തരാം. നമുക്ക് ഖുത്ബ പറയേണ്ട വിഷയം ഇങ്ങനെ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോളി, ഇങ്ങനെ പറഞ്ഞോളി. അതെന്താ ഓനൊന്നും പറ്റാത്ത പറയരുത്, അതിനായി പറയണത്. ആ ജാതി മൗലവിമാർക്ക് അങ്ങോട്ട് വയലുതറിന് കൊടുക്കണ ജാതി മഹല്ലുകളാണെങ്കിൽ ഒരിക്കലും തന്നെ ആ മഹല്ല് വിജയിക്കൂല. പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ സാധാരണക്കാർ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി ഇൽമിയായ നേതൃത്വത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകല്ലാതെ മൗലവിമാർക്ക് അങ്ങോട്ട് ക്ലാസ് എടുത്തു കൊടുക്കുന്ന ആളുകൾ ഉണ്ടായാൽ ആ മഹല്ലിൽ അച്ചടക്കം ഉണ്ടാവില്ല, യാതൊരു സംശയമല്ല. അതുകൊണ്ട് ആ നിലക്ക് സുഹൃത്തുക്കളെ, നമ്മുടെ വെള്ളിയാഴ്ച ജുമുഅ എന്ന് പറഞ്ഞ എത്ര ലക്ഷം ആളാ നമ്മളെ മുമ്പിൽ കിട്ടുന്നത്? മൊത്തം മുജാഹിദ് പള്ളികളൊക്കെ പാടെടുത്തു നോക്കി എത്ര ലക്ഷം ആളാ നമ്മളെ മുമ്പിൽ കിട്ടുന്നത്? ഈ ആളുകൾക്കൊക്കെ അത് ശരിയായ രീതിയിൽ ദീന് കൊടുക്കണം എന്ന് നമ്മൾ ഓരോ മഹല്ലും തീരുമാനിക്കുകയാണെങ്കിൽ നല്ല ഖതീബുമാരെ വെക്കണം. മണ്ഡലം കമ്മിറ്റി കൂടിയിട്ട് പറയാൻ നമ്മളെ ഖതീബുമാരൊക്കെ ആഴ്ചയിൽ ഒരു സ്ഥലത്ത് കൂടട്ടെ, എന്നിട്ട് ഈ പ്രദേശത്തുള്ള വിഷയങ്ങൾ അവർ ചർച്ച ചെയ്യട്ടെ, എന്നിട്ട് അവർ ഖുത്ബ തയ്യാറാക്കിയിട്ട് മിമ്പറിൽ വെച്ച് അവതരിപ്പിക്കട്ടെ എന്ന് തീരുമാനിച്ച് മണ്ഡലം സെക്രട്ടറിയൊക്കെ അതിന് നേതൃത്വം കൊടുത്താൽ നല്ല നല്ല ഖുത്ബകൾ കിട്ടൂലേ? ഇത് എവിടുന്നെങ്കിലും ആട്ടിപ്പിടിച്ച് ഒരുത്തനെ കൊണ്ടുവന്നിട്ട് ആ ചടങ്ങ് തീർത്താൽ മതി എന്ന ചിന്താഗതിയിലേക്ക് നമ്മൾ അധപ്പതിച്ചു പോയാൽ നമ്മുടെ മഹല്ലുകൾ ജീർണിക്കുകയേ ഉള്ളൂ. ജീർണതയിൽ നിന്നൊരിക്കലും നമ്മുടെ മഹല്ലുകൾക്ക് കരകയറാൻ സാധിക്കുകയില്ല. ഇനി സുഹൃത്തുക്കളെ, നമ്മളെ പള്ളിയിൽ വരുന്ന ആളുകൾ തന്നെ സ്വന്തം മക്കളെ പള്ളിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടോ? ഇല്ല. മൂപ്പൻ ഞാൻ 15 കൊല്ലായി വരുന്നുണ്ട്, ഞാൻ എപ്പോഴും സുബൈക്ക് വരുന്നുണ്ട്. അവിടെ നിസ്കാരം നിർബന്ധമുള്ള പള്ളിയിൽ വരേണ്ട കുറെ ആൾ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. 10 വയസ്സായ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം എന്നല്ലേ? 12 വയസ്സാനും 15 വയസ്സാനും ഒക്കെ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. മോളെ കെട്ടിയ പുയ്യാപ്പിളിനെ എങ്ങനെ സുബൈക്ക് വിളിച്ച ഓളെ തലാക്കില്ലെന്നുള്ള പേടിയാ. അങ്ങനത്തെ അമ്മോശന്മാരാ ഉള്ളത്. പുയ്യാപ്പിളനെ പേടി, അമ്മായിക്ക് പേടി, അമ്മോശന് പേടി. സുബൈ നിസ്കരിക്കാതെ പോത്തവിടെ കിടന്നുറങ്ങുക, എന്നിട്ട് സൂര്യ ഉദിച്ചിട്ടാണ് എണീക്കണത്. മോള് നിസ്കരിക്കണില്ല, ഓനും പുയ്യാപ്പിളി നിസ്കരിക്കുന്നില്ല. അത് പറയാനുള്ള ചങ്കൂറ്റ അമ്മോശനില്ല. എന്ത് മുജാഹിദ ഇവനൊക്കെ എന്ത് മുസ്ലിമാ? ആദ്യം മുസ്ലിമാകണ്ട, എന്നിട്ടല്ലേ മുജാഹിദാകുക? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളെ വീട്ടിലുള്ള കുട്ടികളെ പള്ളി കൊണ്ടുവരുന്നുണ്ടോ? വീട്ടിലുള്ള കുട്ടികളെ വാപ്പ കൂടെ കൊണ്ടുവരണ്ടേ പള്ളിക്ക്? പള്ളിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കണ്ടേ? ഓനെ വിളിച്ചുണർത്തണ്ടേ? അങ്ങനെ നമ്മൾ വിളിച്ചുണർത്തുന്നു മക്കളെ കൊണ്ടുവരും ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാ കൂട്ടരെ നമ്മളെ കുട്ടികളെ പള്ളിക്ക് എത്തിക്കുക? നമ്മുടെ ഈ തലമുറ കഴിഞ്ഞാൽ അടുത്ത തലമുറയല്ലേ ഈ പള്ളിയും മദ്രസയും സ്ഥാപനങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടത്?
അവരെ ഈ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുത്തിയില്ലെങ്കിൽ, ഇതിന്റെ ഗൗരവം അവരെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അടുത്ത തലമുറയിൽ ഇതൊക്കെ ഏറ്റെടുക്കാൻ ആളുണ്ടാവോ? നമ്മൾ ഗൗരവം ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പൊ അടുത്ത തലമുറയെ ദീനുമായി അടുപ്പിക്കാൻ, നല്ല നല്ല കൂട്ടായ്മകളിലേക്ക് അവരെ കൊണ്ടുവരാൻ രക്ഷിതാക്കൾ ബോധപൂർവം ശ്രമിക്കണം. പെണ്ണുങ്ങൾക്ക് ഇതിൽ കടമുണ്ട്. ഭർത്താവ് സുബഹിക്ക് പോകാൻ നേരത്ത് ചെറിയ മഴ ഉണ്ട്, ഇനിയിപ്പൊ നിങ്ങൾ ഇവിടുന്ന് നിക്കരിച്ചോളി എന്ന് പറയല്ല വേണ്ടത്. അല്ലേ, ക്ഷീണല്ലേ, ഇന്നലെ 12 മണിക്കല്ലേ കടന്നത്, ഓൾക്ക് ഒലിപ്പിച്ച ഓനെ നരകത്ത് കൊണ്ടുപോണ പെണ്ണാവോള്, സ്വർഗത്ത് കൊണ്ടുപോണ പെണ്ണല്ല. സ്വർഗത്ത് കൊണ്ടുപോണ പെണ്ണാണെങ്കിൽ ഓള് വിളിച്ചുണർത്തിയിട്ട് തഹജ്ജുദിന് ഏതായാലും ഇങ്ങനെ നീച്ചു തന്നാ സുബൈക്കെങ്കിലും എണീക്കും. ഇതാ ടോർച്ച്, ഇതാ ചുടുവെള്ളം വേണോ, ചുടുവെള്ളതാ, വാതിൽ തുറന്നിന്, കുപ്പായതാ, പോയിതാ, 5 മിനിറ്റുകൾ വേഗം പോയി, ഇപ്പൊ ജമാഅത്തും കുട്ടികളെയും കൂട്ടിക്കോളി എന്ന് പറഞ്ഞ് വീട്ടിലുള്ളോലെ പള്ളിക്ക് പറഞ്ഞേക്കുന്ന ആളാ പെണ്ണ്. ഓള് ന്യായം പറഞ്ഞു കൊടുക്കാൻ കിടന്നുറങ്ങാം, ഓൾക്കും കിടക്കാം, വേറൊന്നല്ല, ഓൾക്ക് എണീക്കേണ്ട ആവശ്യമില്ല. ഈ രൂപത്തിൽ നമ്മൾ അധപ്പതിച്ചു പോകുന്നുണ്ട്. അപ്പൊ വീട്ടിലുള്ളവര് നമസ്കാരത്തിന്റെ കാര്യം വളരെ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നിങ്ങൾ നോക്കും, മുജാഹിദ് വീടുകളെ സ്ഥിതി എന്താ? പല വീട്ടിലൊക്കെ കയറി ചെന്ന ഷോക്കേസിൽ കാണാൻ കുറെ പ്രതിമകള്. ഒരു കുതിര ഇങ്ങനെ ചാടാൻ നിക്കണ്, ഒരു പരുന്ന് ഇങ്ങനെ പറക്കാൻ നിക്കണ്, ഒരു നായിന്റെ എന്തെല്ലാം രൂപങ്ങളാ. പിന്നെ ഉണ്ടാവും ബാപ്പാന്റെ ഫോട്ടോ, വല്ലിപ്പാന്റെ ഫോട്ടോ എല്ലാം ചെയ്തിട്ട് മാലയിട്ട് വെച്ചിട്ടുണ്ടാവും. കുട്ടികളെ റൂമിൽ കളിച്ചെന്ന അനിൽ കുംബ്ലയുടെ ഫോട്ടോ, മറ്റേ സൂപ്പർ സ്റ്റാറിന്റെ ഫോട്ടോ, അവിടെയൊക്കെ ഫോട്ടോ അല്ലേ? ഇതാണോ മുജാഹിദ് വീട് തന്നെ? എന്താ മറ്റേ മൗലി ചോറിക്കാൻ അയാളൊന്നും പറഞ്ഞില്ലല്ലോ, ഈ മൗലിയൊന്നും അയാളൊന്നും പറഞ്ഞില്ല, അയാളെ വീട്ടിലുണ്ടല്ലോ. എങ്ങനെ മുജാഹിദിന്റെ ന്യായം? ഖുറാഫികൾ അതേ ന്യായം തന്നെ. ഖുറാഫികൾ എങ്ങനെയല്ലോ? നിങ്ങൾ ഈ പറഞ്ഞൊക്കെ ശരിയാണെങ്കിൽ അസമൂല്യർ അയാൾ നരകത്ത് പോവില്ലേ? നമ്മളെ ആളുകൾ ചെയ്യലാണ്. അതുപോലെ ഇപ്പൊ നമ്മളെ ആളുകളും അസമൂല്യർ അവിടെ വെക്കോ, അല്ലെങ്കിൽ കാന്തപുരം അവിടെ വെക്കോ, ഓൽക്ക് തെറ്റാണെന്ന് അറിയില്ലേ, ഓലൊക്കെ ഇപ്പൊ നമ്മളെങ്ങനെ നരകത്ത് കൊണ്ടുപോകോ എന്നൊക്കെ ചോദിക്കുന്നത് പോലെ നമ്മളെ ആളുകൾ ചോദിക്കണം. ആ മൗലവിന്റെ വീട്ടിലുണ്ട്, ഈ മൗലവിന്റെ വീട്ടിലുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താ? ലാ തദ്ഖുലുൽ മലായികത്തു ബൈതൻ ഫീഹി കൽബുൻ വലാ തസാവീർ. കണ്ടോ, നായയും രൂപങ്ങളും ചിത്രങ്ങളും വീട്ടിലുള്ളിടത്തൊക്കെ, ജീവനുള്ളവരുടെ രൂപങ്ങളും ചിത്രങ്ങളും വീട്ടിലുള്ള ആ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല. ഇന്നല്ലദീന യസ്റഊന ഹാദിഹി സുവർ യുഅദ്ദബൂന യൗമൽ ഖിയാമ. ഈ രൂപങ്ങളും ചിത്രങ്ങളും ഉണ്ടാക്കുന്നവർ ഖിയാമത്ത് നാളിൽ ശിക്ഷിക്കപ്പെടുന്നതാണ്. യുഖാലു ലഹും അഹ്യു മാ ഖലഖതും. അവരോട് പറയപ്പെടും, ഇവക്ക് നിങ്ങൾ ജീവൻ കൊടുക്കുവീൻ എന്ന്. ഇത് പറയുമ്പോ ചില ന്യായം എന്താറിയോ? അത് കളിപ്പാട്ടല്ലേ മൗലവി? കളിപ്പാട്ടെന്താ ഷോക്കേസിൽ വെക്കണീന്? കളിപ്പാട്ടായിട്ട് ഉപയോഗിക്കാം. അത് വിൽക്കുകയും ചെയ്യാം, വാങ്ങുകയും ചെയ്യാം. പക്ഷെ കളിക്കാനോ ഉപയോഗിക്കണ്ട, ഷോക്കേസിൽ വെക്കാനല്ല. കുട്ടി കളിക്കും, കുട്ടിയമ്മ ചിലപ്പോ മൂത്രമൊഴിക്കും, കുട്ടിയമ്മ കയറിയിരിക്കും, ചവിട്ടും. അത് കളിയൊക്കെ കഴിഞ്ഞാൽ വൈകുന്നേരത്തെ ഏതെങ്കിലും ഒരു ചാക്കിൽ കെട്ടിയിട്ട് ആ മൂലക്കൊക്കെ അതെടുത്ത് ഷോക്കേസിൽ വെച്ചാൽ സ്വഭാവം മാറി. അത് പറ്റൂല. കളിപ്പാട്ടായിട്ട് ഉപയോഗിക്കാം. ആയിഷാ ബിബി റളിയല്ലാഹു അൻഹയ്ക്ക് ചെറുകളിലൊരു കുതിര ഉണ്ടായിരുന്നു. ചെറിയ കുട്ടിയാകുമ്പോഴല്ല കെട്ടിക്കൊണ്ടെന്ന്. അതിന് കുഴപ്പമില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഈ ഗൗരവം പല ആളുകൾ നമ്മളൊക്കെ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ എടുത്തു വെക്കണം എന്ന് പറയുമ്പോ എത്രയോ മൗലവിമാർ ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. അപ്പൊ നമ്മളൊരു തീവ്രവാദി എന്നുള്ള നിലക്കാ പിന്നെ നമ്മളെ കാണുമ്പോ ഒന്ന് എടുത്തേക്കും, പിന്നെ അവിടെ തന്നെ വെക്കും. അല്ലേ? എന്റെ മോള് വെച്ചതാ, മോൻ വെച്ചതാ, മോൻ വരട്ടെ, മോനോട് ചോദിക്കട്ടെ, പിയാപ്പിളിനോട് ചോദിക്കട്ടെ, ഈ ജാതിയ. അപ്പൊ റഹ്മത്തിന്റെ മലക്ക് വീട്ടിൽ കയറാത്ത കാര്യം അത്. ജീവനുള്ളവയുടെ രൂപങ്ങൾ, ചിത്രങ്ങള് അത്യാവശ്യം നമുക്ക് ഒരു പാസ്പോർട്ടിന്റെ ഫോട്ടോ, ഐഡന്റിറ്റി കാർഡിന്റെ ഫോട്ടോ, ഇതുപോലുള്ള അത്യാവശ്യങ്ങൾക്ക് അനുവാദം തന്നിട്ടുണ്ട്. ഇപ്പൊ ഇതൊരു ഫോട്ടോ എടുക്കല. നിങ്ങൾ ചോദിക്കും, അതൊരു ഫോട്ടോ എടുക്കലല്ലേ? ശരിയാണ്. ദഅവത്തിന്റെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാനാണ്. അതൊരു മസ്ലഹത്തുണ്ട്. ആ മസ്ലഹത്തിനുണ്ട്. കളിപ്പാട്ട് അനുവദിച്ചില്ലേ? ജീവനുള്ളവയുടെ രൂപം നിരോധിച്ച ഇസ്ലാം കളിപ്പാട്ട് അനുവദിച്ചില്ലേ? കുട്ടികൾക്ക് അതൊരു മസ്ലഹത്തുള്ളതുകൊണ്ടാ. അങ്ങനെയുള്ള പൊതു മസ്ലഹത്ത് ഉണ്ടെങ്കിൽ അതിനു വേണ്ടി മാത്രമാണ് ഇത് അനുവദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ രൂപങ്ങളും ചിത്രങ്ങളും ജീവനുള്ളവയുടെ ഇത് പാടില്ല. ചില ആളുകൾ പറയും, ആരാധിക്കപ്പെടുന്ന ബിംബാണെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. ഗണപതിന്റെ ശിവന്റെ ഒക്കെ ഫോട്ടോ വെക്കണമാതിരി ഔലിയാക്കന്മാരെ ഫോട്ടോ, ഔലിയാക്കന്മാരെ പ്രതിമ, അതല്ലേ തെറ്റുള്ളൂ? അല്ല. ആരാധിക്കപ്പെട്ടാലും ആരാധിക്കപ്പെട്ടില്ലെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറി വരിക. ആയിഷ ബീവിന്റെ റൂമിന്റെ മുമ്പിൽ ഒരു പുതപ്പ്, ആ പുതപ്പിൽ ചില ചിത്രങ്ങൾ. നബിക്ക് ദേഷ്യം പിടിച്ചു എന്നാ പറയുന്നത്. അത് മാറ്റാൻ വേണ്ടി പറഞ്ഞു എന്നാ പറഞ്ഞത്. കണ്ടോ?
അപ്പൊ അവിടെയൊക്കെ വളരെ ഗൗരവമുള്ള വിഷയമാണ് ചിത്രങ്ങള്, രൂപങ്ങള്. അതിന് തല മുറിക്കാനാ ജിബ്രീൽ വന്നിട്ട് പറഞ്ഞത്. തല മുറിച്ചാൽ അത് മരം പോലെയായി. നമ്മളെ കച്ചവട സ്ഥാപനങ്ങളുടെയൊക്കെ മുമ്പിൽ പ്രതിമകളാ, മുസ്ലിമീങ്ങളെ കച്ചവട സ്ഥാപനങ്ങള്, ജീവനുള്ളവരുടെ പ്രതിമകൾ ഇങ്ങനെ സാരി എടുത്ത് നിർത്തിയത്, പാന്റ് എടുത്ത് നിർത്തിയത്, എന്തെല്ലാം പ്രതിമകളാ. ഈ പ്രതിമകൾ പാടുണ്ടോ മുസ്ലിമീങ്ങൾക്ക്? അപ്പൊ അതുകൊണ്ട് വീട്ടിൽ രൂപങ്ങൾ, ചിത്രങ്ങള് ഇല്ലാതിരിക്കണം. അത് നാം വളരെ ഗൗരവത്തിൽ കണക്കിലെടുക്കുകയും വേണം. ഇനി നിങ്ങൾ നോക്ക്, ടിവിയും മ്യൂസിക്കും സീരിയലും. ഏത് മുജാഹിദ് വീട്ടിൽ അതില്ലാത്തത്? വാർത്ത കാണണ്ടേ? വാർത്ത കേൾക്കാൻ റേഡിയോ ഉണ്ട്, വാർത്ത വായിക്കാൻ പത്രമുണ്ട്. അതൊന്നും പോരാ, വാർത്ത കാണുന്നെ വേണം. എന്നിട്ടോ ന്യൂസ് അവർ 1 മണിക്കൂറാ. രാവിലെ ഒന്ന് ചലക്കും, ഉച്ചക്കൊന്ന് ചലക്കും, വൈകുന്നേരത്തും ചലക്കും. രാവിലെ ചലച്ചെന്നെ ഉച്ചക്ക് ചലക്കുക, അതന്നെ വൈകുന്നേരത്തും. എന്നിട്ട് ഇങ്ങനെ കേട്ട് കുത്തിരിക്കുക. എന്താ 1 മണിക്കൂർ പറയാനുള്ളത്? ആ ഒരു ചാനൽ കഴിഞ്ഞാൽ അടുത്ത ചാനൽ, അടുത്ത ചാനൽ, 25 ചാനൽ, 35 ചാനൽ. എന്നിട്ട് അതിനൊക്കെ പൈസ കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ചത്തതുപോലെ അതിന്റെ മുമ്പിൽ ഇരിക്കുക. കളവനും കിളവിയും കുട്ടിയും താന്തിയും താള്ളിയും ഒക്കെ നശിക്കല്ലേ സുഹൃത്തുക്കളെ. ഇതുകൊണ്ട് എന്താ ടി വി കണ്ടിട്ടുള്ള മെച്ചം? ടി വിയിൽ വൈജ്ഞാനികമായ പരിപാടികൾ ഉണ്ടാവില്ല എന്ന് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ അതിന്റെ എത്രയോ ഇരട്ടി നമ്മുടെ സംസ്കാരത്തിന് യോജിക്കാത്ത അശ്ലീലങ്ങളും സീരിയലുകളും സിനിമകളും അതിലുള്ളത്. ആരെങ്കിലും വൈജ്ഞാനിക പരിപാടിയിലൂടെ വിജ്ഞാനം നേടാൻ വേണ്ടി ടി വി ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. ഒരു 5% ആളുകൾ ഉപയോഗിക്കുന്നുണ്ടാവും. ബാക്കി 95% ഉല്ലാസത്തിന് വേണ്ടിയാ, അല്ലെ, ആനന്ദത്തിന് വേണ്ടിയാ. വീട്ടില് വന്നിട്ട് കുപ്പായ അയക്കുന്നതിന് മുമ്പ് തോണം. എന്നിട്ട് കുപ്പായ അയക്കുമ്പോ ഇങ്ങനെ നോക്കുക, അത് ഒരു സീനറ്റ് മിസ്സായി പോണ്ടെന്നുള്ള. എന്താ അതിലൊക്കെ എന്താ സീരിയലിൽ കാണാനുള്ളത്? വൃത്തികേടുകളാ കാണുന്നത്, കടപ്പറ രഹസ്യങ്ങളാ കാണുന്നത്, ഔറത്താ കാണുന്നത്, മനുഷ്യൻ കാണാൻ പാടില്ലാത്തത്. ഈ സിനിമയും സീരിയലും ഒക്കെ ഉണ്ടാക്കി വിടുന്നവർക്ക് അവർക്ക് എന്താ ലക്ഷ്യം? ഒരു നല്ല തലമുറയെ വാർത്തെടുക്കണം, മൂല്യബോധമുള്ള ഒരു വിഭാഗം ഇവിടെ വളർന്നു വരണമെന്നാണോ? അല്ല, അവർക്ക് പൈസ ഉണ്ടാക്കണം. തുണി അയച്ചിട്ടാലും പൈസ, തുണി പകുതി എടുത്താലും പൈസ. അതാണല്ലോ സിനിമ എന്ന് പറഞ്ഞ. അങ്ങനെ മനുഷ്യന്റെ ദുർബല വികാരങ്ങളെ ഇക്കിളിപ്പെടുത്തി, മനുഷ്യന്റെ ലൈംഗിക വികാരങ്ങളെ പ്രകോപിപ്പിച്ച് ആളുകളെ സെക്സിന് ചുറ്റും കെട്ടിയിടുക. ഇതാണ് സിനിമയും സീരിയലും കൊണ്ട്. ഇത് നമ്മൾ മക്കളൊപ്പം ഇരുന്നായി കാണുന്നത്. വൃത്തികെട്ട സീൻ ഇങ്ങനെ കാണുമ്പോ മകപ്പാനെങ്ങനെ നോക്കുക, ഒപ്പി ആസ്വദിക്കാണ്, ഉമ്മാനെ നോക്കി ഉമ്മി ആസ്വദിക്കാണ്. അപ്പൊ കുട്ടി മനസ്സിലാക്കി ഔറത്ത് നോക്കണേനൊന്നും കുഴപ്പമില്ല, ഔറത്ത് കാണുന്നതിന് കുഴപ്പമില്ല. അപ്പൊ ഈ കുട്ടിക്ക് ഇരട്ട സമ്മതായി. ബാപ്പയും ഉമ്മയും കാണുവാണ്, എനിക്ക് അനുവാദം തരുകയും ചെയ്തു. നശിക്കല്ലേ നമ്മളെ കുട്ടികള്? ഇതല്ലേ നമ്മുടെ വീടുകൾ നടക്കുന്നത്? നമ്മളതിന് കാസറ്റ് ഇടാനാണ്. കാസറ്റ് ഒന്ന് ഇട്ട് നോക്കണം. ദീനീ കാസറ്റുകൾ കിട്ടാല് ബാപ്പ പറയും, ഞാനൊന്ന് അങ്ങാടി പോയി ഉമ്മറി, ഞാൻ അടുക്കളയിൽ കുറച്ച് പടി നോക്കളെ, കേക്കാറ് ഞാനതൊന്ന് ഇസ്തിരിട്ടാട്ടെ. എല്ലാരും തുളസി വെച്ചാ പേനിറങ്ങി പോണ മാതിരി ഒക്കെ പോയി കാസറ്റ് ഇട്ടോ. ഇങ്ങനെ മുജാഹിദ് വീട്ടിലെ കാര്യം പറയുന്നത്, സുന്നികളെ കാര്യം ഇവിടെ പറയുന്നില്ല. ഇതപ്പൊ ടി വി ഉള്ള പല വീട്ടിലെ അവസ്ഥ. എല്ലാ ദിവസവും 1 മണിക്കൂർ നമ്മൾ ഇരുന്നിട്ടൊരു ദീനീ കാസറ്റ് കാണുക. അതിനാർക്കും സമയം ഉണ്ടാവൂല. ഒരായത്ത് പഠിക്കാൻ പറഞ്ഞ, ഒരു ദിക്ർ പഠിക്കാൻ പറഞ്ഞ, ദുആ പഠിക്കാൻ പറഞ്ഞ, എവിടെ അതിന് നേരം? ന്യൂസ് അവറിന് ഇരിക്കവൻ. ഒരു പ്രശ്നമല്ല. പത്രം വായിക്കാൻ വേണ്ടി കക്കൂസ് കയറിയിട്ട് യൂറോപ്യൻ കൊളോസിറ്റി 1.5 മണിക്കൂർ വായിക്കും, അതിന് കുഴപ്പമില്ല. ഒരായത്ത് പഠിക്കാൻ പറഞ്ഞ, ഒരു ഹദീസ് പഠിക്കാൻ പറഞ്ഞ അതിന് നേരമില്ല. കണ്ടങ്ങള്, എവിടെ നമ്മളെ സംസ്കാരം? എവിടെ നമ്മളെ സലഫിയത്ത്? നിങ്ങൾ പറയുന്നോട് ഇതല്ലേ നമ്മളെ അവസ്ഥ? ഇതായിരുന്നു മുമ്പത്തെ മുജാഹിദുകളുടെ അവസ്ഥ? അല്ല, അവര് പഠിക്കുന്നവരായിരുന്നു, മനസ്സിലാക്കുന്നവരായിരുന്നു. ഇന്ന് നമുക്ക് അതിനൊക്കെയുള്ള തടസ്സം ടി വിയാണ്. വൈകുന്നേരം 12 മണിക്കും 1 മണിക്കും 1.5 മണിക്കും സീരിയൽ കണ്ട് ഉറങ്ങുകയാണ്. പിന്നെ ഒരൊറ്റ കടത്ത ഈന്തപ്പന വെട്ടിയിട്ടമായി. ഓനെന്ത് തഹജ്ജുദ്, ഓനെന്ത് സുബൈ. പിന്നെ ഒക്കെ 7 മണിക്ക് എണീക്കണത് മൂട്ടിൽ ചൂടെട്ടുമ്പോ. എത്ര ആണ് സുബയ്യ പോണത് സീരിയലുണ്ട്? ഈ സുബൈക നഷ്ടപ്പെടുന്ന എന്തുകൊണ്ടാ? അന്യായമായി ഉറക്കൊഴിച്ചിട്ടാ. യശാ നിസ്കാരം കഴിഞ്ഞിട്ട് ന്യായമായ കാരണത്തിനല്ലാതെ ഉറക്കൊഴിച്ചിരിക്കാൻ പാടില്ല. ഒരു ഇൽമിയായ കാര്യത്തിനോ ഒരു ദീനി കാര്യം പഠിക്കാനോ എന്തെങ്കിലുമായ നല്ല കാര്യത്തിനു വേണ്ടി അല്ലാതെ ഇശാക്ക് ശേഷം സംസാരിച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ വിരോധിച്ചതാ. ഇശാക്കുമ്പോ ഉറങ്ങുന്നതും നമ്മൾ വളരെ വൈകുവോളം സീരിയൽ കണ്ടിട്ട് അവസാനം സുബഹി പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നമുക്ക് കാണുന്നത്. മാത്രല്ല, നമ്മുടെ സംസ്കാരത്തെ നിയന്ത്രിക്കുന്നത് ടി വി പരിപാടികളാ. നമ്മൾ എന്ത് സാധനം വാങ്ങണം, പെണ്ണുങ്ങൾ പീടിയെ പോയിട്ട് ചോദിക്കുന്ന ടി വി കണ്ട പരസ്യത്തിലാ. ആ സാധനം മാർക്കറ്റിൽ തന്നെ എത്തിയിട്ടുണ്ടാവില്ല, അപ്പുറത്തിന് വന്ന് ചോദിക്കാൻ തുടങ്ങും. കാരണം ടി വിയിൽ ഇങ്ങനെ അതിന്റെ പരസ്യം കാണും.
അതാ ചോദിക്കുന്നത്. നമ്മൾ ഏത് വസ്ത്രം ധരിക്കണം, നമ്മളെ വീട്ടിൽ ഏത് ഫർണിച്ചർ ഇടണം, നമ്മളെ വീടിന് ഏത് പെയിന്റ് കൊടുക്കണം, അതൊക്കെ ടി വിക്കാരാ നിയന്ത്രിക്കുന്നത്. മൊത്തം നമ്മുടെ സംസ്കാരത്തെ നിയന്ത്രിക്കുന്നു. അതുപോലെ കമ്പ്യൂട്ടറും ഇന്റർനെറ്റും, കുട്ടികളൊക്കെ കമ്പ്യൂട്ടർ പഠിക്കുന്നുണ്ട്. ഓരോ കുട്ടിന്റെ വീട്ടിൽ സ്വകാര്യ റൂമിൽ കമ്പ്യൂട്ടർ വെച്ചുകൊടുക്കുക, ഇന്റർനെറ്റിന്റെ കണക്ഷനും കൊടുത്താൽ എന്തായിരിക്കും സ്ഥിതി? തുറന്ന സ്ഥലത്ത് ഹാളിൽ എല്ലാവരും കാണുന്നിടത്ത് കമ്പ്യൂട്ടർ വെക്കാൻ പാടുള്ളൂ. സ്വന്തമായി കുട്ടികൾ കണ്ടാൽ അശ്ലീലങ്ങൾ കാണാൻ ഇന്റർനെറ്റ് ഒരുപാട് വിജ്ഞാനമുള്ള ഒരു ഏരിയയാണ്. പക്ഷെ ഒരുപാട് അശ്ലീലങ്ങളും വൃത്തികേടുകളും തമ്മാടിത്തങ്ങളും അതിലൂടെയുണ്ട്. മീഡിയകളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികൾ ഇന്ന് നിയന്ത്രിക്കുന്നത്. അതർ പാരന്റ് എന്നാ പറയുന്നത്, മറ്റൊരു രക്ഷിതാവാണ്. അപ്പൊ അതിനെ സംബന്ധിച്ചൊക്കെ നല്ല ധാരണ നമുക്കുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ നശിച്ചു പോകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ മ്യൂസിക്കിന്റെ കാര്യം, എവിടെ ചെന്നാലും മ്യൂസിക്കാ. ബസ് കയറിയ പാട്ട്, ഹോട്ടലിൽ ചെന്നാ പാട്ട്, ബസ് സ്റ്റാൻഡിൽ ബസ് എത്തിക്കുകയാണെങ്കിൽ അവിടെ പാട്ട് എന്ന് മാത്രമല്ല, നമ്മൾ ഒരുത്തന്നെ മൊബൈലിൽ വിളിച്ചു നിൽക്കുക, അപ്പോഴും കേൾക്കണം ഈ കൈതരാഗം. സിനിമാ പാട്ട ട്യൂൺ വെച്ചിരിക്കണത് അതിങ്ങനെ കേൾക്കണം നമ്മള്. എന്ന് മാത്രമല്ല, പള്ളിയിലൊക്കെ ചിലപ്പോ മൊബൈൽ അങ്ങ് അടിഞ്ഞു പോയാല് ശരണം തരണം ഭഗവാനേ, എന്താ അപ്പോഴത്തെ പുതിയ പാട്ടാതാ, അത് കയറ്റി. ഓരോരുത്തരെ പാട്ട്, ഓരോ സീസണിലെ പാട്ടും കയറ്റാണ് നമ്മളെ ആളുകൾ. ഒരു ധാരണയില്ല. അപ്പൊ ഈ പാട്ടും മ്യൂസിക്കും അള്ളാന്റെ റസൂൽ കർശനമായി വിരോധിച്ച കാര്യല്ലേ. നമ്മളെ ആളുകൾ ഈ മാപ്പിളപ്പാട്ടല്ലേ, മാപ്പിളപ്പാട്ട് പറഞ്ഞാൽ എന്താ? മാപ്പിളാരുണ്ടാക്കിയ പാട്ട്, അതുകൊണ്ട് ഹലാലാവോ? മാപ്പിളാരെന്തെല്ലാം ഉണ്ടാക്കുന്നുണ്ട്? മാപ്പിളപ്പാട്ടിൽ അശ്ലീല എമ്പാടുണ്ട് അല്ലേ. റഹീമേ റഹീമേ എന്ന് ചോള് പാടും, പിന്നെ സെലീന സെലീന ചോം പാടും. ശരിയായ പ്രേമലേഖനം പാട്ടാക്കിക്ക, ഇതപ്പൊ മാപ്പിളപ്പാട്ട്. വൃത്തികെട്ടത്, കേൾക്കാൻ കൊള്ളാത്തത്, അത് കേട്ടുകൊണ്ട് മ്യൂസിക്, അതിലുണ്ടാവും മ്യൂസിക്, അത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. എന്റെ സമുദായത്തിൽ ചില ആളുകൾ വരും, അവർ പട്ട്, വ്യഭിചാരം, കള്ള്, മ്യൂസിക് ഉപകരണങ്ങൾ ഹലാലായി കാണും. ഹലാലായി കാണും. വാസ്തവത്തിൽ അത് ഹറാമാണ്, പക്ഷെ അവരിനെ ഹലാലായി കാണും. കള്ളിന്റെ കൂടെ പട്ടിന്റെ കൂടെയാണ് സംഗീതോപകരണങ്ങളെ എടുത്തു പറഞ്ഞത്. നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ട വിഷയല്ലേ. എന്നിട്ട് ആളുകൾ എന്താ പറയാറിയോ? പെരുന്നാളിന്റെ അന്ന് പെൺകുട്ടികള് നബിന്റെ വീട്ടിൽ പാട്ടുപാടി ദഫ് മുട്ടിയിട്ട്, അതാ നമ്മളെ തെളിവ്. അബ്ദുസലാം സുല്ലമിന്റെ സംഗീതത്തിന്റെ ഫത്വ, 5 റുപ്യന്റെ ഫത്വ മുഴുവൻ ഈ ഒരു ഹദീസ. ചെറിയ പെൺകുട്ടികളാ പാടുന്നത്, പെരുന്നാളിനാ പാടുന്നത്. അള്ളാന്റെ റസൂലിന്റെ വീട്ടിൽ ആയിഷബീബിന്റെ ചെറിയ കുട്ടിയാണല്ലോ, കുട്ടിന്റെ അടുത്തൊന്ന് പാടുകയാണ്. അപ്പൊ നബി പുതപ്പിട്ട് മൂടി, മുഖം പോലും മറിച്ച് തിരിഞ്ഞു കിടക്കുക. ഇത് കണ്ടുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ വരികയാണ്. സിദ്ദീഖ് റളിയല്ലാഹു ചോദിക്കണം, ഇസ്മാറത്തു ശൈത്താനി ഫി ബൈത്തി റസൂലില്ല, അള്ളാന്റെ റസൂലിന്റെ വീട്ടിൽ ശൈത്താന്റെ രാഗമോ? അപ്പൊ നബി പുതപ്പ് ഇങ്ങനെ പൊന്തിച്ചിട്ട് പറഞ്ഞു, അബൂബക്കറെ വിട്ടേക്ക്, പെരുന്നാളല്ലേ, പെരുന്നാളല്ലേ, ചെറിയ കുട്ടികളല്ലേ, സാരല്ല. എവിടുന്ന ശൈത്താന്റെ രാഗമാണിതെന്ന വിഷയം അബൂബക്കർ സിദ്ദീഖിന് കിട്ടിയത്? മൂപ്പർക്ക് വഹയുണ്ടാ? ഇല്ലല്ലോ. അള്ളാന്റെ റസൂലിന്റെ മദ്രസീന്ന് പഠിച്ചാത്. എന്തേ റസൂൽ അബൂബക്കർ സിദ്ദീഖിന് ചീത്തരായിരുന്നത്? സംഗതി തെറ്റ് തന്നെയാണ്, പക്ഷെ എന്ത് പെരുന്നാളല്ലേ, ചെറിയ കുട്ടികളല്ല, അതുകൊണ്ട് വിട്ടേക്ക്. പിന്നെ അന്നത്തെ ദഫ് എന്ന് പറഞ്ഞാൽ ഒരു തപ്പുമ്പോ കൊട്ടുന്ന മാതിരിയാ. ഒരു അമൂൽ ടിന്നിന്റെ ബാക്കിൽ ഇങ്ങനെ കൊട്ടി. അങ്ങനെ ഇന്നത്തെ ദഫുമ്പോ 100 ചെലമ്പ ഒരു കെട്ടിട്ട് കിളികിളിയും നിൽക്കും. അന്നത്തെ ദഫിൽ ചെലമ്പില്ല. എന്നിട്ട് അത് വെച്ചിട്ടാണ് ഇവിടെ ദഫ്. അന്ന് ദഫ് ഉണ്ടായിരുന്നുള്ളൂ, ഇന്ന് ഗിറ്റാറും ഹാർമോണിയും ഒക്കെ ഉണ്ട്. അപ്പൊ അന്ന് ദഫ് ഹലാലാണെങ്കിൽ ഇന്ന് ഗിറ്റാറും ഹാർമോണിയും ഹലാലാകണ്ടേ? ആകൂല. അന്ന് പുല്ലാങ്കുഴലുണ്ട്, അതിന് അനുവദിച്ചില്ലല്ലോ. എന്തേ അനുവദിക്കാഞ്ഞത്? വീണക്ക് തുല്യമായ വേറെ ചില രാഗങ്ങള് ഇങ്ങനെ വായിക്കുന്നതൊക്കെ അന്നുണ്ട്. അത് ഹറാമാക്കുക ചെയ്തത്. മആസിഫ് എന്ന് പറഞ്ഞ എല്ലാ വാദ്യോപകരണങ്ങളും പെട്ടു അതില്. അപ്പൊ മ്യൂസിക് തെറ്റാണ്. പക്ഷെ ഇത് മൗലവിമാര് പറഞ്ഞു കൊടുക്കണ്ടേ? പാട്ട് കച്ചേരി നടക്കുന്ന കല്യാണത്തില് വലിയ മൗലവി ഒന്ന് കുത്തുമ്പ പറയാ, മിണ്ടൂല മൊയിലാളിന്റെ വീട്ടിൽ നിന്ന്. പിന്നെ കാര്യമുണ്ടോ? ഇപ്പൊ ജയ്ഹോ പരിപാടിക്ക് ഒരു വലിയ മുതലാളി വലിയ ലക്ഷങ്ങൾ കൊടുത്തു. അയാളെ കുട്ടികൾ ഫോൺ ചെയ്തപ്പോൾ അയാൾ പറയാ, എടാ കുട്ടി, എനിക്കിതൊന്നും അറിയില്ലാലോ, ഒരുപാട് മൗലവിമാരുണ്ടല്ലോ എന്റെ സുഹൃത്തുക്കള്, ഓലാരുദ്ദിനോട് ആരാമാന്ന് പറഞ്ഞില്ലാലോ. അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല, അയാൾക്ക് അറിഞ്ഞൂടാ. ആരാ പറഞ്ഞു കൊടുക്കേണ്ടത്? നമ്മളാ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ മുജാഹിദ് വീടുകളിൽ മ്യൂസിക്, സ്റ്റീരിയോന്റെ പാട്ട്, എല്ലാ സമയത്തും പാട്ട്. ഈ പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കാണ് നമ്മുടെ ആളുകള്.
അതുകൊണ്ട് നമ്മൾ കല്യാണത്തിന് പാട്ട് കച്ചേരി നടക്കുകയാണെങ്കിൽ കല്യാണത്തിന് വിളിക്കുമ്പോ ചില മുതലാളിമാരെ കല്യാണത്തിന് വിളിക്കുമ്പോ ചോദിക്കണം പാട്ട് കച്ചേരി ഉണ്ടാകുമോ ചോദിക്കന്നെ വേണം. കാരണം നമ്മൾ ചെന്ന് പെട്ടിട്ട് പിന്നെ തിരിച്ചു വരാൻ പറ്റൂല്ലോ. ഇപ്പൊ അങ്ങനെയാണ്, ചോദിക്കണം. ഏത് വലിയ ആളാണെങ്കിലും ചോദിക്കണം. അല്ല ഞമ്മക്കൊക്കെ വരാൻ പറ്റിയ കല്യാണം തന്നെയാണോ, ഞങ്ങളൊക്കെ വന്നിട്ട് അവിടെ വഷളാകുമോ, അതിന്റെ ക്ലിപ്പ് വേറെ വരുമോ, ഇന്ന കല്യാണത്തിൽ ഇന്ന മൗലവി പങ്കെടുത്തു പറഞ്ഞാണ്ട് ക്ലിപ്പ് വരുമോ എന്ന് ചോദിക്കണം. ചോദിക്കാൻ മടിച്ചിട്ട് കാര്യമല്ല. അതേ സമയത്ത് ഹിന്ദി സിനിമയിലെ മാതിരി പുതിയാപ്പിള വരുമ്പോ പുതിയാപ്പിളനെ ഒപ്പന ചൊല്ലി സ്വീകരിക്കുന്നു, പെണ്ണ് വരുമ്പോ പെണ്ണിനെ ഒപ്പന ചൊല്ലി സ്വീകരിക്കുന്നു. അതൊക്കെ പെണ്ണും ആണും ഇങ്ങനെ സ്റ്റേജിൽ വരുന്നു, എന്നിട്ട് ചുണ്ട് ചോപ്പിച്ച് മുല്ലപ്പൂമാലയിട്ട് പെണ്ണിനെ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നു, അതെല്ലാവരും പകർത്തുന്നു, എല്ലാവരും നോക്കി രസിക്കുന്നു. അവിടെ മൗലവി പോയി കുത്തു പറഞ്ഞ മൗലവി ചെറുതായി പോയി എന്നല്ലാതെ വേറെന്താ? അങ്ങനത്തെ എന്തിനാ ഹുത്തുബ? അവിടെ നടക്കുന്ന തമ്മാടിത്തങ്ങൾക്കൊക്കെ കയ്യൊപ്പിടാൻ വേണ്ടിയാ ഈ കുത്തുബ. അവിടെ കുത്തുബ അല്ലാത്ത മറ്റെല്ലാം ഇസ്ലാമിക. അങ്ങനത്തെ സ്ഥലത്ത് കുത്തുബക്ക് തന്നെ പോകരുത്. കുത്തുബക്ക് പോകൂലെന്ന് മൗലവിമാര് തീരുമാനിക്കണം. അപ്പൊ മുതലാളിന്റെ സംഭാവന കിട്ടൂലല്ലോ, സമ്മേളനത്തിന് വലിയ സംഖ്യ ഓന്റെയൊക്കെ ഒന്ന് കിട്ടണ്ടല്ലേ, അപ്പൊ ഓനോട് പറഞ്ഞാ പത് കിട്ടൂലോന്നാ നമ്മളെ ആളുകളെ ചിന്ത. പറ്റുമോ? പറ്റൂല. ഓന്റെയൊക്കെ സംഭാവന കിട്ടുന്നതിന് മുമ്പ് ഈ പ്രസ്ഥാനം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അള്ളാഹിനെ പറ്റി നമുക്കൊരു ഉറപ്പ് വേണം, തവക്കുല് വേണം. നമുക്ക് ഓന്റെ സംഭാവന കിട്ടിയില്ലെങ്കിൽ ഈ പ്രസ്ഥാനം നടക്കുന്നുള്ള ചിന്താഗതി നമുക്കുണ്ടാകണം. അങ്ങനെ നമ്മൾ ഓരോ മഹല്ലിലും ആ നിലക്കട മുന്നോട്ട് പോയി നോക്കട്ടെ, അള്ളാഹിന്റെ സഹായം നമുക്കുണ്ടാകും. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ നിലക്ക് മ്യൂസിക്കിനെ മാറ്റി നിർത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മുടെ മുജാഹിദ് വീടുകളിൽ എവിടെയെങ്കിലും ഖുർആൻ പാരായണം ഉണ്ടപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഖുർആൻ പാരായണം നടക്കുന്നുണ്ടോ? മഗ്രിബിനും ശേഷം സുബഹിക്ക് ശേഷം നമ്മളിരുന്ന് ഓതുന്നുണ്ടോ? നമ്മുടെ കുട്ടികൾ ഓതുന്നുണ്ടോ? ഓതാൻ നമ്മൾ പറയുന്നുണ്ടോ? ഓതി കേൾക്കുന്നുണ്ടോ? എത്ര പുണ്യമുള്ള കാര്യമാണ്. ഒരക്ഷരം ഓതിയാൽ 10 പുണ്യമാണ്. ഖുർആനിൽ അക്ഷരം ഓതിയാൽ ഒരു വരി എടുത്തു നോക്കിയാൽ അതിന് 10 25 അക്ഷരം ഉണ്ടെങ്കിൽ 25 × 10 250 പുണ്യം. അങ്ങനത്തെ 15 വരി ഉണ്ടെങ്കിൽ എത്രായിരം പുണ്യമാണ്. അങ്ങനെ കൂലിയുള്ള മറ്റേതെങ്കിലും ഒരു കിതാബുണ്ടോ? അതല്ലേ നമ്മളെ കുട്ടികളെ കൊണ്ട് ഓദിക്കേണ്ടത്? അതിനല്ലേ നമ്മൾ സമയം കണ്ടെത്തേണ്ടത്? പക്ഷേ പലയിടത്തും അതിന് ഇല്ല എന്നതാണ് വാസ്തവം. അതുപോലെ തന്നെ നിങ്ങൾ നോക്ക്, ദുആ ദിക്റുകളുടെ കാര്യം, നിത്യജീവിതത്തിലെ പ്രാർത്ഥനകളുടെ കാര്യം, എത്ര പുസ്തകങ്ങളും ലഘുലേഖകളും നമ്മൾ ഇറക്കി. പള്ളി കയറുമ്പോ വലതുകാൽ വെച്ച് അല്ലാഹു മുഫ്തഹലി അബ്വാബ റഹ്മത്തിക എന്ന് പറഞ്ഞ് കയറണം. പള്ളിയിൽ നിന്ന് ഇറങ്ങും വലതുകാൽ വെച്ച് ഇറങ്ങി അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്കൽ അലീം എന്ന് പറഞ്ഞിട്ട് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വസല്ലിം. അത് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒരു സ്വലാത്തും സലാം. ഇത് നിത്യേന ചെയ്യുന്ന ആളുകളുണ്ട്, ചെയ്യാൻ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. ഓലോ പഠിച്ചിട്ടില്ല. എത്ര വട്ടം എഴുതി കീസിലിട്ട് കൊടുത്താൽ ഓലോ പഠിക്കൂല. അപ്പൊ വീട്ടിൽ തന്നെ കയറുമ്പോ ബിസ്മില്ല എന്ന് പറഞ്ഞ അസ്സലാമു അലൈക്കും എന്ന് പറയാം. സലാം പറയുന്ന കാര്യത്തിൽ പോലും എന്തൊരു പിശുക്കാണ് ആളുകൾക്ക് എന്നറിയോ? അള്ളാന്റെ റസൂൽ നിങ്ങൾ സലാം പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ മറിഞ്ഞിട്ട് അപ്പുറത്തൊരു തൂണോ അല്ല ഒരു ചുമരോ ഒരു മതിലോ നിങ്ങൾ മറയിട്ടു, എന്നാൽ വീണ്ടും സലാം പറയണം. ഇപ്പൊ നമ്മള് വീട്ടിൽ ആള് വന്ന് കൊലായ്മ ഇരുത്തി നമ്മൾ അടുക്കളയ്ക്ക് ചായ എടുക്കാൻ വേണ്ടി പോയി. അപ്പൊ നമ്മൾ അവരിന്ന് മറിഞ്ഞു, ചായ എടുത്ത് വരുമ്പോ വീണ്ടും അസ്സലാമു അലൈക്കും പറയും. ഇനി നമ്മൾ രണ്ടാമത് സലാം ചിരിക്കും. ഇതെന്താ ഒരു സലാം കൊണ്ട് ഒരു കളി? സലാം കൊണ്ട് കളിയല്ല, അഫ്ശുസ് സലാം. സലാം നിങ്ങൾ വ്യാപിപ്പിക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സലാം പറയുമ്പോ കൈ കൊടുക്കല്, ഹസ്തദാനം സുന്നത്താണ്. നമ്മൾ പിരിയുമ്പോ കൈ കൊടുക്കുന്ന പോട്ടെ പോട്ടെ, അപ്പൊ സുന്നത്തില്ല, അത് നാട്ടാചാര. കാണുമ്പോഴാ കൈ കൊടുക്കല് സുന്നത്തുള്ളത്. അപ്പൊ അത് കിട്ടോ? അപ്പൊ ഓരോ കാര്യത്തിലും പ്രവാചകന്റെ സുന്നത്ത് എന്താണെന്ന് അന്വേഷിച്ചിട്ട് അത് നടപ്പിലാക്കുന്ന ഒരു താല്പര്യം ഉണ്ടാകേണ്ടത് നമുക്കാണ്. പക്ഷേ പലപ്പോഴും അത് ഉണ്ടാകുന്നില്ല എന്നതാണ് വാസ്തവം. ഇതൊക്കെ പഠിപ്പിക്കണേ വേണ്ടി നമ്മൾ മദ്രസ ഉണ്ടാക്കിയത്. ഇപ്പൊ നമ്മളെ മദ്രസകളെ സ്ഥിതി എന്താ? മദ്രസകളൊക്കെ അടച്ചുപൂട്ടൽ ഭീഷണിയില്ല. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ വന്നതോടുകൂടി മദ്രസയിൽ ആളില്ല. ഇപ്പൊ ആഴ്ചക്ക് ഒരു ദിവസം മദ്രസ. കേന്ദ്രമിന്റെ മദ്രസ എന്ന് പറഞ്ഞ ദിവസത്തിൽ 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ, അങ്ങനെ 6 ദിവസം പഠിപ്പിക്കണം. 6 2 12 മണിക്കൂർ. 12 മണിക്കൂർ പഠിപ്പിക്കാനുള്ള സിലബസ് ഇന്ന് വെറും ക്രിസ്ത്യാനികളെ സൺഡേ സ്കൂൾ മാതിരി ഒരു ഉച്ചവരെ ഞായറാഴ്ച എല്ലാ കല്യാണം തക്കാരോ ഗർഭത്തക്കാരോ ഒക്കെ ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞിട്ട് വന്ന കുട്ടികളെ കിട്ടുക. എന്നിട്ട് 3 മണിക്കൂറോ 4 മണിക്കൂറോ കഷ്ടി കിട്ടും. നമ്മളെ കുട്ടികളെ മദ്രസ അവിടെ നമ്മളാണ് മദ്രസ ഉണ്ടാക്കിയത്, മദ്രസക്ക് വേണ്ടി പോരാടി ഞങ്ങളാന്നൊക്കെ പറയും. നമ്മളെ മദ്രസന്റെ സ്ഥിതി എന്താ? മദ്രസനെ എതിർത്തോലിപ്പോ മദ്രസ നന്നായി നടത്തുന്നുണ്ട്.
നമ്മളെ പല സ്ഥലത്തും മദ്രസ അടച്ചുപൂട്ടൽ ഭീഷണിയില്ല. ഇനി മദ്രസയ്ക്ക് വന്നാൽ തന്നെ 7 മണിക്ക് കുട്ടി വന്നാൽ 8:30 ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ വണ്ടി അവിടെ വരും. കുട്ടി വരുന്നതിന് എങ്ങനെ ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ഒരു ട്യൂഷൻ 6 മുതൽ 6:30 വരെ 7 വരെ കഴിഞ്ഞിട്ട് ആ വലിയ ഭാണ്ഡക്കെട്ടും വലിയ വെള്ളക്കുപ്പി ഇതൊക്കെ പോലത്തെ ഒരു സാധനം ഇങ്ങനെ വന്ന് നിൽക്കും.